الحمد لله الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن الناس من يقول ربنا آتنا في الدنيا وما له في الآخرة من خلاق ومنهم من يقول ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أولئك لهم نصيب مما كسبوا والله سريع الحساب صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. ഈ വേദിയിൽ സന്നിഹിതരായ ആദരണീയ വ്യക്തിത്വങ്ങൾ, വിശിഷ്ട അതിഥികൾ, സ്നേഹസമ്പന്നരായ കൂട്ടുകാർ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹുവിൻ്റെ അനുഗ്രഹത്താൽ വിജ്ഞാനവും അനുസരണവും അച്ചടക്കവും ഉൾക്കൊള്ളാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു സദസ്സിൽ നമുക്ക് സന്നിഹിതരാവാൻ കഴിഞ്ഞു. കരുണാവാരിധിയായ അല്ലാഹുവിനെ ഈ അനുഗ്രഹത്തിനും മറ്റെല്ലാ അനുഗ്രഹങ്ങൾക്കും നാം നന്ദി പ്രകാശിപ്പിച്ച് അൽഹംദുലില്ലാ എന്ന പ്രാർത്ഥന ഈ സംരംഭത്തിൻ്റെ തുടക്കത്തിൽ നമുക്ക് ഉരുവിടാം, പ്രഖ്യാപിക്കാം, പ്രാർത്ഥിക്കാം. പടച്ചവൻ ഇത് ഒരു സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിച്ച് നമ്മുടെ മനസ്സിന് ശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നമ്മുടെ മാതാപിതാക്കൾ, കുടുംബത്തിലെ ബന്ധുക്കൾ, പ്രസ്ഥാന ബന്ധുക്കൾ, സ്നേഹിതന്മാർ, കൂട്ടുകാർ, ചങ്ങാതിമാർ എല്ലാവർക്കും അവരുടെ പരലോക ജീവിതം അല്ലാഹു നന്നാക്കി കൊടുക്കട്ടെ. എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മെ അലട്ടുന്നതായി ഉണ്ടോ അതെല്ലാം മഹാന്മാരായ ഔലിയാക്കളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നീക്കിത്തരട്ടെ. പല ലക്ഷ്യങ്ങളും ഞങ്ങൾക്ക് പൂർത്തിയാകാനുണ്ട്. അല്ലാഹുവേ, നീ അതെല്ലാം അറിയുന്നവനാണ്. ഞങ്ങൾ നിന്റെ അടിമകളാണ്, സാധുക്കളാണ്. ഞങ്ങളുടെ കയ്യിൽ കർമ്മങ്ങൾ വളരെ കുറവാണ്, ആഗ്രഹങ്ങൾ ധാരാളമാണ്. ആഗ്രഹങ്ങൾ സാധിക്കാൻ എന്തെല്ലാം കർമ്മങ്ങൾ വേണമോ ആ കർമ്മങ്ങളുടെ നീണ്ട പട്ടിക, അത് പലതും പ്രവർത്തിക്കാതെ കിടക്കുകയാണ്. ആ കർമ്മങ്ങൾ ധാരാളമായി പ്രവർത്തിച്ച നല്ല വ്യക്തികളുടെ മദ്ഹുകൾ പറയുന്ന കാരണം കൊണ്ട് അവർ ചെയ്ത ആ നല്ല കർമ്മങ്ങളിലേക്ക് ഞങ്ങൾക്ക് ഒരു വിൻഡോ, ഒരു വാതിൽ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്താണ് മനുഷ്യന്റെ ധർമ്മം, മനുഷ്യന്റെ ഉത്തരവാദിത്വം? അത് വളരെ വിശദമായി ചർച്ച ചെയ്യാനുള്ള ഒരു കാര്യമാണ്. വാട്ട് ഈസ് ദി ഡ്യൂട്ടീസ് ഓഫ് ഹ്യൂമാനിറ്റി?
മനുഷ്യത്വത്തിന്റെ ധർമ്മം എന്താണ്, മനുഷ്യന്റെ ബാധ്യതകൾ എന്തെല്ലാമാണ്, ആ ബാധ്യതയെപ്പറ്റിയുള്ള ബോധം മുസ്ലിമീങ്ങൾക്കായാലും മറ്റേതു ജനവിഭാഗത്തിൽപ്പെട്ടവർക്കായാലും ഓരോ കാലഘട്ടത്തിലും ഉണർത്തിക്കൊടുക്കേണ്ട ഒരു ബാധ്യത മതാധ്യക്ഷന്മാർക്കും മത ആചാര്യന്മാർക്കും മതപണ്ഡിതന്മാർക്കും മത സമുദായങ്ങൾക്കും ഉണ്ട്. പല കാരണങ്ങളാൽ ആ മേഖലയിൽ വെളിച്ചം വീശാൻ പലരും മറന്നുപോകുന്നതിന്റെ പേരിൽ ആധുനിക ലോകത്ത് ഇരുട്ട് കൂടുതൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം വന്നത് ഇരുട്ട് ഇല്ലായ്മ ചെയ്ത് വെളിച്ചം ഇവിടെ പരത്താൻ വേണ്ടിയാണ്. ഖുർആനിൽ പല സ്ഥലങ്ങളിൽ കാണാം, കിതാബുൻ അൻസൽനാഹു ലിതുഖ്രിജന്നാസ മിനൽ-ളുലുമാത്തി ഇലൻ-നൂർ. വേദഗ്രന്ഥത്തിന്റെ അവതരണം, ഖുർആന്റെ അവതരണം, ലിതുഖ്രിജന്നാസ, മനുഷ്യരെ നീ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്, മിനൽ-ളുലുമാത്തി, ഇരുട്ടിൽ നിന്ന്, ഇലൻ-നൂർ, വെളിച്ചത്തിലേക്ക്. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മനുഷ്യനെ നയിക്കാൻ വേണ്ടിയാണ് വേദഗ്രന്ഥങ്ങൾ വന്നിട്ടുള്ളത്. ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞതുപ്രകാരം ആദം അലൈഹിസ്സലാം മുതൽക്ക് അവസാനമായി വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ 5800 കൊല്ലമാണ് മനുഷ്യന്റെ ചരിത്രം. ആദം അലൈഹിസ്സലാം മുതൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെ 5800 വർഷം. അവിടെ നിന്ന് ഇങ്ങോട്ട് ഉള്ള വർഷവും ചേർത്തിയാൽ 8000 വർഷമാണ് ആധുനിക മനുഷ്യന്റെ പ്രായം. ആദമാണ് ഇന്ന് ലോകത്ത് നാം കാണുന്ന മനുഷ്യ സമൂഹത്തിന്റെ ഒന്നാമത്തെ പ്രതിനിധി. അതിനു മുൻപ് ഇവിടെ മനുഷ്യർ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ എൻസൈക്ലോപീഡിയ പോലെയുള്ള ഗ്രന്ഥങ്ങൾ നരവംശ ശാസ്ത്രവും മറ്റും പറയുന്നുണ്ട്, ലക്ഷക്കണക്കിന് വർഷം മുൻപ് മനുഷ്യൻ ഉണ്ടായിരുന്നു ഭൂമിയിൽ എന്ന്. പക്ഷെ ആ മനുഷ്യൻ ഇന്ന് നാം കാണുന്ന വാലില്ലാത്ത, നാം അങ്ങാടിയിൽ കാണുന്ന, നാം പരിചയപ്പെടുന്ന മനുഷ്യന്റെ പ്രതിനിധിയാണോ? അല്ല, പ്രാകൃത മനുഷ്യൻ അല്ലെങ്കിൽ വാലുള്ള ഇന്നത്തെ മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തതയുള്ള ഒരു പ്രത്യേക മനുഷ്യൻ മാത്രം ആണോ എന്ന് ചോദിച്ചാൽ ഇസ്ലാമിന്റെ ഭാഷയിൽ നമുക്ക് ഉറപ്പിച്ചു പറയാം, ഇന്ന് നാം കാണുന്ന മനുഷ്യന്റെ രൂപമല്ല നരവംശാസ്ത്രം പറയുന്ന പ്രാകൃത മനുഷ്യൻ. അതിന്റെ ഒരു കാരണം, നരവംശാസ്ത്രം പറയുന്ന മനുഷ്യന്റെ ആദ്യത്തെ പ്രതിനിധി ഭൂമിയിൽ എവിടെ പിറന്നു, എവിടെ മരിച്ചു എന്നതിന് വ്യക്തമായ ഉത്തരം നരവംശാസ്ത്രം പറയുന്നില്ല. ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ആദ്യത്തെ മനുഷ്യന്റെ പിറവി ഉണ്ടായത് ഭാരതത്തിലാണ്. ഭാരതത്തിന് അങ്ങനെ ഒരു മഹത്വമുള്ളത് കൊണ്ടായിരിക്കാം ഭാരതീയ സംസ്കാരത്തിന് ലോകത്തുള്ള കൾച്ചറുകളിൽ വലിയ പരിഗണന ലഭിച്ചത്. ആദ്യത്തെ മനുഷ്യൻ ഇന്ത്യയിൽ വന്നതുകൊണ്ട് ഇന്ത്യക്ക് തന്നെ ഒരഭിമാനം, ആർഷഭാരതത്തിനും അഭിമാനം, ഇസ്ലാമിനും അഭിമാനം, ഭാരതീയ സംസ്കാരത്തിനും അഭിമാനം. 2, ആദ്യത്തെ മനുഷ്യൻ വന്നതിന് ശേഷം ഇന്ന് വരെയുള്ള കാലയളവ് എത്ര എന്ന ചോദ്യത്തിന് മറുപടി പറയാൻ ഇസ്ലാമിന് കഴിയും. നരവംശാസ്ത്രത്തിന് കൃത്യമായി പറയാൻ കഴിയില്ല. എല്ലാ കാലവും പറയും 10 ലക്ഷം വർഷമായി എന്ന്. കുറെ കാലം കഴിയുമ്പോൾ 10,100,000, 10,200,000, 10,300,000 എന്ന് പറയേണ്ടതുണ്ടല്ലോ. അങ്ങനെ പറയാൻ കഴിയുന്നില്ല. അതൊരു ഒക്കൽട്ടേഷൻ അല്ലെങ്കിൽ അനുമാനം മാത്രമായി പരിഗണിക്കപ്പെടുന്നു. അങ്ങനെ 8000 കൊല്ലത്തെ പഴക്കമുള്ള
മനുഷ്യന്റെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ മനുഷ്യൻ ഈ പ്രകൃതിയിലെ രാജാവാണ്. മനുഷ്യൻ ഈ ഭൂമിയിലെ, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ഭാഷയിൽ പറഞ്ഞാൽ, ബ്രഹ്മാണ്ഡ കടാഹം. ആ ബ്രഹ്മാണ്ഡ കടാഹം, കോസ്മോസ്, പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ മൃഗങ്ങളുടെ രാജാവ് ആരാണ്? ജന്തുക്കളിൽ ഏറ്റവും മഹത്വമുള്ള ജീവി ഏതാണ്? ഈ പ്രകൃതിയിൽ ഭരിക്കുവാനും മറ്റെല്ലാ ജീവികളെയും കീഴടക്കുവാനും അനുസരിപ്പിക്കുവാനും കഴിവുള്ള ജീവി ഏതാണ് എന്ന ചോദ്യത്തിന് ലോകത്ത് തന്നെ ശാസ്ത്രവും സമൂഹവും മതവും ഏകകണ്ഠമായി അംഗീകരിച്ചിട്ടുള്ള മറുപടി ഹ്യൂമൻ ബീയിങ്, മനുഷ്യൻ എന്നാണ്. ഏറ്റവും കൂടുതൽ ശക്തിയുള്ള ജീവിയാണ് ഏതാണെന്ന് ചോദിച്ചാൽ കരയിലും കടലിലും ഇന്ന് ഏറ്റവും ശക്തിയുള്ള ജീവി ആനയാണ്. ഏറ്റവും പരാക്രമിയായ ജീവി ഏതാണ്? സിംഹമാണ്. ഏറ്റവും കൂടുതൽ ഘ്രാണശക്തിയുള്ള ജീവി ഏതാണ്? പട്ടിയാണ്. സെൻസിങ് അഥവാ മണത്തറിയാനുള്ള കഴിവ് പട്ടിക്കാണ് കൂടുതലുള്ളത് മനുഷ്യനേക്കാൾ. ലോകത്ത് വിവിധ തുറകളിൽ പ്രാവീണ്യവും മികവുമുള്ള ജീവികൾ ഏറെയുണ്ടെങ്കിലും ഭരിക്കുവാനും മറ്റുള്ള വസ്തുക്കളെ കീഴടക്കുവാനും നിയന്ത്രിക്കുവാനും കഴിവുള്ള ഏറ്റവും വലിയ ജീവി മനുഷ്യനാണ്. ഈ ഒരു കഴിവ് മനുഷ്യനുള്ളത് കൊണ്ട് തന്നെ മനുഷ്യന്റെ ശരീരത്തിൽ ഏറ്റവും വലിയ ഒരു സോഫ്റ്റ്വെയർ പ്രകൃതി ഘടിപ്പിച്ചിരിക്കുന്നു. ഞാൻ കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ പറയുമ്പോൾ എറണാകുളത്തുകാർക്ക് അത് അറിയാം. സോഫ്റ്റ്വെയർ ഉൽപ്പാദിപ്പിച്ച് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു ടൗണാണ്. സ്മാർട്ട് സിറ്റി എല്ലാം വരുമ്പോഴും അതിനു മുൻപും ധാരാളം സോഫ്റ്റ്വെയറുകൾ അത് നിർമ്മിച്ച് അത് എക്സ്പോർട്ട് ചെയ്യാൻ മാത്രം സമ്പന്നതയുള്ള ഒരു സിറ്റിയിലെ ജനങ്ങളോട് സംസാരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷവും അഭിമാനവുമുണ്ട്. പ്രകൃതിയിൽ നമ്മൾ ഇവിടെ ഇന്ന് നമ്മുടെ ഓഫീസുകളിലൊക്കെ നാം ഉപയോഗിക്കുന്നത് കമ്പ്യൂട്ടറുകളാണ്. നമ്മുടെ കീശകളിലൊക്കെ കമ്പ്യൂട്ടറുകളാണ്. ആ സോഫ്റ്റ്വെയറുകളിൽ ധാരാളം പരിപാടികൾ ഉണ്ട്. പക്ഷെ അതിൽ നാം ഇപ്പോൾ ഉപയോഗപ്പെടുത്തുന്നത് വളരെ ചെറിയത് ചിലത് മാത്രമാണ്. ടെലിഫോൺ മെസ്സേജുകൾ നാം സംഭരിക്കുന്നു, സൂക്ഷിക്കുന്നു, മെസ്സേജ് വിടുന്നു, സ്വീകരിക്കുന്നു. പിന്നെ എപ്പോഴെങ്കിലും ഒരു ക്യാമറ വർക്ക് ചെയ്യുന്നു. പിന്നെ ശബ്ദങ്ങൾ നാം പിടിച്ചെടുക്കുന്നു. ആ ശബ്ദങ്ങൾ നാം പുറത്ത് കേട്ട് ആസ്വദിക്കുന്നു. ഇത് മാത്രമല്ല ഈ കമ്പ്യൂട്ടറിൽ ഉള്ളത് എന്ന് നമുക്കൊക്കെ അറിയാം. വേറെ ധാരാളം പരിപാടികൾ അതിലുണ്ട്. അതിനാവശ്യമായ ഡാറ്റകൾ എൻട്രി ചെയ്യാത്തത് കൊണ്ടും വർക്ക് ചെയ്യാത്തത് കൊണ്ടും വർക്ക് ചെയ്യിപ്പിക്കാത്തത് കൊണ്ടും അതിന്റെ ഭൂരിഭാഗവും നഷ്ടപ്പെടുകയും അതിന്റെ ചെറിയൊരു ഭാഗം മാത്രം ഉപയോഗപ്പെടുകയും ചെയ്യുന്നു എന്നതാണ് നമ്മുടെയൊക്കെ കമ്പ്യൂട്ടറിന്റെ ഒരു വലിയ പ്രത്യേകത അല്ലെങ്കിൽ പോരായ്മ. ഈ സോഫ്റ്റ്വെയർ നാം തന്നെ, മനുഷ്യൻ തന്നെ ഇവിടെ സൃഷ്ടിച്ചതാണ്, മനുഷ്യനുണ്ടാക്കിയതാണ്, മനുഷ്യന്റെ കണ്ടുപിടുത്തമാണ്. ഇന്നത്തെ പത്രത്തിൽ നാം വായിച്ചു, അമേരിക്കയുടെ പ്രസിഡന്റ് ആ രാജ്യത്തെ വിദ്യാർത്ഥികളോട് പറഞ്ഞു, ഇന്ത്യയിലെ വിദ്യാർത്ഥികളെ നിങ്ങൾ ഭയപ്പെടുക, അടുത്ത ഭാവിയിൽ അമേരിക്കയിലെ വിദ്യാർത്ഥികളെ കടത്തിവിട്ടുന്ന ബ്രൈറ്റ്നസ് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ നേടിയെടുക്കും. അതുകൊണ്ട് ഇന്ത്യക്കാരെ തോൽപ്പിക്കാൻ ആവശ്യമായ കഴിവ് ആർജിക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആ രാജ്യത്തെ വിദ്യാർത്ഥികളോട് പറഞ്ഞതായി ഇന്നത്തെ പത്രത്തിൽ നാം വായിച്ചു. കമ്പ്യൂട്ടർ മേഖലയിലൊക്കെ വലിയ കഴിവുകൾ നമ്മൾ തെളിയിച്ചവരാണ്, അത് കണ്ടുപിടിച്ചവരാണ്, അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. പക്ഷേ ഒരു കാര്യം നാം മനസ്സിലാക്കണം, ആ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച തലച്ചോർ മനുഷ്യന്റെ തലച്ചോറാണ്. മനുഷ്യന്റെ ബ്രെയിന് കൊണ്ടാണ് ഈ സോഫ്റ്റ്വെയറുകൾ മുഴുവനും അവൻ പടക്കുന്നത്, അവൻ പടച്ചിട്ടുള്ളത്.
ആധുനിക ലോകത്തെ ഒരു സെക്കൻഡ് കൊണ്ട് നശിപ്പിക്കാൻ ആവശ്യമായ അണുനാശിനികളും ബോംബുകളും കണ്ടുപിടിക്കാനുള്ള കഴിവും മനുഷ്യന്റെ തലച്ചോറിനുണ്ട്, അവന്റെ സോഫ്റ്റ്വെയറിലുണ്ട്. ലോകത്തിനാകെ ഉപകാരം നൽകുന്ന, ഏറ്റവും വലിയ പ്രയോജനങ്ങൾ സമ്മാനിക്കുന്ന പുതിയ പുതിയ ഉപകരണങ്ങൾ കണ്ടെത്തുവാനും കണ്ടുപിടിക്കുവാനുമുള്ള കഴിവും മനുഷ്യന്റെ തലച്ചോറിനുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ലോകത്ത് ഏറ്റവും വില കൂടിയ യന്ത്രം ഏതാണ് എന്ന ചോദ്യത്തിന്റെ മറുപടി മനുഷ്യനാണ്. മനുഷ്യനാണ് ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വില കൂടിയ എഞ്ചിൻ. ഒരു വലിയ ജനറേറ്റർ മനുഷ്യൻ വാങ്ങുന്നു, ഒരു വലിയ മെഷീൻ മനുഷ്യൻ കച്ചവടം ചെയ്യുന്നു, ഒരു വലിയ വാഹനമോ ഒരു ഉപകരണമോ മനുഷ്യൻ അങ്ങാടിയിൽ വെച്ച് പർച്ചേസ് ചെയ്യുന്നു. ആ ചെയ്യുമ്പോഴൊക്കെ അവൻ മറന്നുപോകുന്ന ഒരു വസ്തുതയാണ്, നാം വില കൊടുത്തു വാങ്ങുന്ന ആ വസ്തുവിനേക്കാൾ കൂടുതൽ വില ഇത് പർച്ചേസ് ചെയ്യാൻ ക്യൂവിൽ നിൽക്കുന്ന എന്റെ ശരീരത്തിനാണ്, എന്റെ തലയ്ക്കാണ്, എന്റെ തലച്ചോറിനാണ് ഈ ലോകത്ത് മറ്റെല്ലാ മെഷീനുകളെക്കാൾ കൂടുതൽ കഴിവുള്ളത് എന്ന യാഥാർത്ഥ്യം മനുഷ്യൻ പലപ്പോഴും മറക്കുകയാണ്. പടിഞ്ഞാറൻ നാടുകളിൽ ഒരു സ്ഥലത്ത് ഒരു മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്ന വലിയൊരു മെഷീൻ, ആ മെഷീൻ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ഒരു മലയാളിയാണ്. വളരെ മുൻപുള്ള ഒരു കഥയാണ്. നമ്മൾ പഴയവരായതുകൊണ്ട് പഴയ കഥകൾ അയവിറക്കുന്നത് നല്ലതാണ്. കശാപ്പ് ചെയ്യുന്ന ഒരു മെഷീൻ, ആ കശാപ്പ് ചെയ്യുന്ന മെഷീൻ അറവുശാലയുടെ മെഷീൻ, ആ മെഷീനിന്റെ ഒന്നാമത്തെ പോയിന്റിൽ മൃഗം കയറുന്നു. പിന്നെ അങ്ങോട്ട് ആ മൃഗത്തെ കൊണ്ടുപോകുന്നത് ഈ യന്ത്രമാണ്. രണ്ടാമത്തെ ഘട്ടത്തിൽ ആ മൃഗം വരുമ്പോൾ ആ മൃഗത്തിന്റെ കഴുത്തിൽ വളരെ മൂർച്ചയുള്ള ഒരു കഠാരി വന്ന് വീഴുന്നു. മൂന്നാമത്തെ പോയിന്റിൽ ആ മൃഗം എത്തുമ്പോൾ കഷണമായി മുറിയുന്നു. നാലാമത്തെ പോയിന്റിൽ എത്തുമ്പോൾ ആ കഷണങ്ങൾ കഴുകി വൃത്തിയായി തീരുന്നു. അഞ്ചാമത്തെ പോയിന്റിൽ വരുമ്പോൾ അത് പാക്ക് ആയി മാറുന്നു. ആറാമത്തെ പോയിന്റിൽ വരുമ്പോൾ ആ പാക്കിന്റെ പുറത്ത് ശുദ്ധമായ മാട്ടിറച്ചി എന്ന ബോർഡ് വരുന്നു. ഏഴാമത്തെ കൗണ്ടറിൽ എത്തുമ്പോൾ ആ വസ്തു വാഹനത്തിൽ കയറുന്നു. അങ്ങനെ ഓരോ ദിവസവും ധാരാളം കിൻഡൽ കണക്കിന് ഇറച്ചി ആ കശാപ്പ് ശാലയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോവുകയാണ്. അത് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യനാണ്, അതിന്റെ ഓപ്പറേഷൻ നടത്തുന്ന ഒരു മനുഷ്യനാണ്. ദൗർഭാഗ്യവശാൽ ഒരു ദിവസം ആ മെഷീൻ വർക്ക് ചെയ്യുന്നില്ല. അങ്ങനെ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടി അതിന്റെ ഓപ്പറേറ്റർ ഒന്നാം പോയിന്റിലേക്ക് കയറിയപ്പോഴേക്ക് വർക്കിംഗ് ആരംഭിച്ചതോടുകൂടി നേരത്തെ മൃഗം കടന്നുപോയ പോയിന്റിലൂടെ ഓപ്പറേറ്റർ കടന്നു പോവുകയാണ്. രണ്ടാമത്തെ ഘട്ടത്തിൽ നിന്ന് മൂന്നിലേക്ക് അയാൾ വരുമ്പോൾ ആ വലിയ മെഷീന്റെ മൂർച്ചയുള്ള കത്തി അയാളുടെ പിരടിയിൽ ഒന്ന് വീഴുകയാണ്. അയാൾ അവിടുന്ന് കരയാണ്, അയ്യോ ഞാനൊരിക്കലും മൃഗമല്ല, ഞാൻ മനുഷ്യനാണ്, ഞാനിതിന്റെ ഓപ്പറേറ്ററാണ്, എന്നോട് ക്ഷമിക്കൂ, എന്നെ വിടൂ എന്ന് അയാൾ ഉറക്കെ വിലപിക്കുന്നു. പക്ഷെ ആ വിലാപം ആരും കേൾക്കുന്നില്ല. കാരണം അത് മുഴുവനും കൈകാര്യം ചെയ്യുന്നത് ഒരു യന്ത്രമാണ്, ഒരു മെഷീനാണ്. ആ മെഷീനിന് കുറെ ഗുണങ്ങൾ ഉണ്ട്, പക്ഷേ അതിന് ഒരു വീക്ക്നെസ് ഉണ്ട്. ആ വീക്ക്നെസ്സുകൾ കമ്പ്യൂട്ടറുകൾക്കുണ്ട് എന്ന് പറയാനാണ് ഞാൻ നിങ്ങളെ ഇത് ഉണർത്തിയത്. എല്ലാ കഴിവുകളും ഉണ്ട് മെഷീനുകൾക്ക് എന്ന് വിശ്വസിക്കുന്ന ആധുനികനോട്, ലോകത്തിന്റെ എല്ലാ വിഷയങ്ങളെ പറ്റിയും ബോധമുണ്ട് ശാസ്ത്രത്തിന് എന്ന് കരുതുന്ന ജനങ്ങളോട്, ലോകം തന്നെ കയ്യിലെടുത്ത് അമ്മാനമാടുന്നത് ശാസ്ത്രജ്ഞന്മാരാണെന്ന് വിശ്വസിക്കുന്ന ജനസമൂഹത്തോട് വളരെ സൗമ്യമായി നമുക്ക് ചോദിക്കാം. നമുക്ക് എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതവിശ്വാസികൾക്ക് അല്ല, ഈ ലോകത്തെ മതവിശ്വാസികൾക്ക് അല്ല, ഈ പ്രപഞ്ചത്തിലെ ഹ്യൂമനിറ്റിയുടെ പ്രതിനിധികൾക്ക് മൂന്നാമത്തെ സ്വരമായിരിക്കും നല്ലത് എന്ന് ഞാൻ കരുതുന്നു. നമുക്കൊന്നിച്ച് ചോദിക്കാം, ഈ മെഷീനുകൾക്ക് ധാരാളം കഴിവുകളുണ്ടെങ്കിലും ഒരു കഴിവ് ഇല്ല. ഏതാണത്? വിവേചന ശക്തി. നിങ്ങൾ എന്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കട്ടെ. വിവേചന ശക്തി, തിരിച്ചറിവ്.
നമുക്ക് ആധുനിക ലോകത്ത് ആവശ്യമുള്ളത് വിജ്ഞാനമോ അറിവോ മാത്രമല്ല. അറിവിനേക്കാൾ ആധുനിക ലോകത്തിന് അനിവാര്യമായിട്ടുള്ളത് തിരിച്ചറിവാണ്. അറിവ് ഇവിടെ കമ്പ്യൂട്ടറിനുണ്ട്, അറിവ് മെഷീനുകൾക്കുണ്ട്. പക്ഷേ ആ അറിവുകൾ പലപ്പോഴും ഉപകാരപ്പെടുകയില്ല. വർഷങ്ങളായി ഒരു മെഷീൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഓപ്പറേറ്റർ ദയനീയമായി പാക്ക് ചെയ്യപ്പെടുകയാണ്. 7ാമത്തെ കൗണ്ടർ എടുക്കുമ്പോൾ അയാളുടെ മാംസം പാക്ക് ചെയ്ത് അതിന്മേൽ ശുദ്ധമായ മാട്ടിറച്ചി എന്ന എഴുത്ത് വരികയാണ്. എന്നിട്ട് അത് പാക്ക് ചെയ്ത് അയാളെ വീട്ടിൽ തന്നെ മാംസമായി വന്ന് വീഴുകയാണ്. അയാളെ വീട്ടുകാരാവട്ടെ ഓപ്പറേറ്ററെ കാണാതെ വിഷമിക്കുകയാണ്. അന്ന് രാത്രി അവർ കറി വെച്ച് കഴിക്കുന്നത് സ്വന്തം പിതാവിന്റെ മാംസമാണ്. തിരിച്ചറിവ് എന്ന ഒരു കഴിവ് ഇല്ലാത്ത യന്ത്രങ്ങൾ ഏറ്റവും വലിയ യന്ത്രമായ മനുഷ്യന്റെ മുൻപിൽ പരാജയപ്പെടുന്നു. ഈ പ്രകൃതിയിൽ ഏറ്റവും വില കൂടിയ യന്ത്രം ഏത്? ഈ പ്രകൃതിയിൽ ഏറ്റവും വില കൂടിയ ഉപകരണം ഏത്? ഏറ്റവും വലിയ എൻജിൻ ഏത് എന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി മനുഷ്യൻ. മനുഷ്യനേക്കാൾ വലിയ ഒരു യന്ത്രമോ ഒരു ഉപകരണമോ പ്രകൃതിയിലില്ല. ഇത് ശാസ്ത്രീയമായി നമുക്ക് തെളിയിക്കാൻ കഴിയുന്ന വസ്തുതയാണ്. കമ്പ്യൂട്ടറുകൾ, സോഫ്റ്റ്വെയറുകൾ, പ്രകൃതിയിലെ പല ഉപകരണങ്ങൾ, ആ ഉപകരണങ്ങളെല്ലാം കണ്ടുപിടിച്ചത് മനുഷ്യന്റെ തലച്ചോറാണ്. അതുകൊണ്ട് ആ തലച്ചോർ ഉള്ള മനുഷ്യനും മറ്റ് ഉപകരണങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് നാം മനസ്സിലാക്കണം. അതാണ് മറ്റു യന്ത്രങ്ങൾക്ക് അറിവുണ്ട്, പക്ഷേ തിരിച്ചറിവ് ഇല്ല. തിരിച്ചറിവ് ഉള്ള ജീവി മനുഷ്യനാണ്. ഏത് മനുഷ്യൻ? ആധുനിക ലോകത്തെ എല്ലാ മനുഷ്യരുടെയും തലച്ചോറുകൾക്കുള്ളിൽ, ബ്രെയിനുകൾക്കുള്ളിൽ ഘടിപ്പിച്ചിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ദൗർഭാഗ്യവശാൽ പലരും ഉപയോഗപ്പെടുത്തുന്നില്ല. പലരും അത് ഉപയോഗപ്പെടുത്താൻ മറന്നുപോയതാണ്. അത് ഉപയോഗപ്പെടുത്തണമെന്ന് ലോകത്തെ ഉണർത്തുകയും അതിനാവശ്യമായ മാർഗങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത ഉത്കൃഷ്ട വ്യക്തികളായിരുന്നു അള്ളാഹുവിന്റെയും മനുഷ്യരുടെയും ഇടയിൽ മധ്യവർത്തികളായി കടന്നുവന്ന മഹാന്മാരായ പ്രവാചകന്മാർ. പ്രവാചകന്മാർ സാധാരണ മനുഷ്യർ ആയിരുന്നില്ല. കാരണം അവർക്ക് അറിവ് അള്ളാഹു തന്നെ നൽകുകയും ആ അറിവ് ഈ പ്രകൃതിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും മനുഷ്യന് പിന്നീട് ഖേദിക്കേണ്ടി വരുന്ന യാതൊന്നിലും ഇടപെടാതെ സത്യവും സ്നേഹവും നീതിയും ന്യായവും കുടുംബജീവിതത്തിലും സാമൂഹ്യതലത്തിലും ഭരണതലത്തിലും ഉപയോഗപ്പെടുത്താൻ മനുഷ്യനെ അടിക്കടി ഉപദേശിച്ചു കൊണ്ടിരിക്കുകയും ചെയ്തു എന്നതായിരുന്നു പ്രവാചകന്മാരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ലോകത്ത് എത്ര പുരോഗതി പ്രാപിച്ചു എന്ന് ആരൊക്കെ പറഞ്ഞാലും, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് എന്തെല്ലാം പുരോഗതികളുണ്ട് എന്ന് ആരൊക്കെ അവകാശപ്പെട്ടാലും, ഇവിടെ പ്രസക്തി നഷ്ടപ്പെട്ടു പോകാത്ത പ്രത്യയശാസ്ത്രങ്ങളാണ് മതങ്ങൾ. പ്രത്യേകിച്ച് ഇസ്ലാം മതത്തെ സംബന്ധിച്ച് നാം ചിന്തിക്കുമ്പോൾ നമുക്കതാണ് കാണാൻ കഴിയുന്നത്. നടയെ ഉണർത്തിയതുപോലെ ആദം അലൈഹിസ്സലാം മുതൽക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള 5800 കൊല്ലക്കാലത്തെ മാനവ സമൂഹത്തിന്റെ ചരിത്രം, അത് പ്രവാചകന്മാരുടെ ചരിത്രമാണ്. ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയത് പ്രകാരം ഈ 5800 കൊല്ലക്കാലത്തെ ചരിത്രമാണ് പ്രവാചകന്മാരുടെ ചരിത്രം. അതാണ് മനുഷ്യലോകത്തിന്റെ ചരിത്രം. ആ ചരിത്രത്തിന്റെ സമാപന വേളയിൽ ലോകത്തിന്റെ ഇരുട്ട് മാറ്റിയെടുക്കാൻ അന്ത്യലോകം വരെയുള്ള, അന്ത്യ ദിവസം വരെയുള്ള ജനങ്ങളെ ഉത്ബോധിപ്പിക്കുവാൻ വേണ്ടി അറേബ്യയിൽ ഉദിച്ചുയർന്ന പ്രകാശഗോപുരമാണ് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി കൊണ്ടുവന്ന സന്ദേശം
ലോകത്ത് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കും ഉള്ള വെളിച്ചമാണ്. ആ വെളിച്ചമായി വന്ന ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന ആ വെളിച്ചം ഉൾക്കൊള്ളുന്ന വേദഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. ആ ഖുർആന്റെ കോപ്പികൾ യാതൊരു ഭേദഗതിയും വരാതെ, വള്ളിപുള്ളി വ്യത്യാസപ്പെടാതെ മശരിഖ് മുതൽ മഗ്രിബ് വരെ ലോകത്തെവിടെയെല്ലാം മനുഷ്യരുണ്ടോ അവിടെയെല്ലാം ഭദ്രമായി നിലകൊള്ളുന്നു. അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആധുനിക വിദ്യാർത്ഥികൾ ഓരോ സെക്കൻഡിലും ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അഭിമാനകരമായ വാർത്തകളാണ് നാം കേൾക്കുന്നത്. അത് യൂറോപ്പിലായാലും അമേരിക്കയിലായാലും ഇസ്ലാമിലേക്കുള്ള ആഗമനം ഇവിടെ ഏത് സമയത്തും ഉണ്ടായിട്ടുണ്ട്. ആ വിശുദ്ധമായ മതം, ആ ഇസ്ലാമാകുന്ന മതത്തെ ഉപയോഗപ്പെടുത്തുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്ന ബാധ്യതയാണ് നമുക്ക് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ ബാധ്യത. ഞാൻ ഉണർത്തി, ഓരോ മനുഷ്യന്റെയും തലച്ചോറിൽ ഘടിപ്പിച്ചിട്ടുള്ള സോഫ്റ്റ്വെയർ ഒരു പൂച്ചയുടെ സോഫ്റ്റ്വെയർ അല്ല നമ്മുടേത്. പൂച്ചയുടെ സോഫ്റ്റ്വെയർ നാം പരിശോധിച്ച് നോക്കുമ്പോൾ അത് ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും ഇരപിടിക്കാനും അതുപോലെ ഇണചേരാനും അങ്ങനെ 4 മാറ്ററുകൾ മാത്രമേ അതിന്റെ സോഫ്റ്റ്വെയറിൽ ഉള്ളൂ. 5ാമത്തെ വല്ലതും ആവശ്യമായി വരുമ്പോൾ പൂച്ച ചത്തുപോകുകയാണ്, ചാകേണ്ടി വരികയാണ്. കാരണം അതിന് മുൻപിൽ മാർഗങ്ങളില്ല, അവയ്ക്ക് ഗൈഡ് ലഭിക്കുന്നില്ല, അവയുടെ സോഫ്റ്റ്വെയർ അവിടെ ചത്തുപോവുകയാണ്. ഒരു ഫാർമസിയിലെ സോഫ്റ്റ്വെയറും ഒരു സാധാരണ തുണിഷാപ്പിലെ ടെക്സ്റ്റൈലിലെ സോഫ്റ്റ്വെയറും രണ്ടാണ്. ഒന്നിൽ ഉള്ളത് മറ്റേതിൽ നടക്കുകയില്ല, അതിലുള്ള മെസ്സേജുകൾ ഇതിൽ ലഭിക്കുകയില്ല. അതുപോലെ പൂച്ചയുടെ സോഫ്റ്റ്വെയർ വളരെ സിമ്പിൾ ആണ്, 3ഓ 4ഓ മാറ്ററുകളാണുള്ളതെങ്കിൽ മനുഷ്യന്റേത് എത്രയാണ് അതിലുള്ളത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എന്തെല്ലാമാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ കാര്യം നമ്മെ ഉണർത്തി. വത്തീനി വസ്സൈതൂൻ വതൂരി സീനീൻ വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ലോകത്ത് കടന്നു വന്ന, കഴിഞ്ഞുപോയ, വന്നുകൊണ്ടിരിക്കുന്ന, ജീവിക്കുന്ന, നാം അറിയുന്ന, കേൾക്കുന്ന ജീവികളെ കൂട്ടത്തിൽ ഏറ്റവും ഉത്കൃഷ്ടതയുള്ള ജീവി മനുഷ്യനാണ്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ആ മനുഷ്യന്റെ തലച്ചോറിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ല. എന്താണ് അതിലുള്ളത്? ആ തലച്ചോറിലുള്ള പലതും തെറ്റായ മെസ്സേജുകൾ നൽകിയാൽ അത് ദുരുപയോഗമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുക. ദൗർഭാഗ്യവശാൽ ഇന്ന് മനുഷ്യന്റെ സോഫ്റ്റ്വെയറുകൾ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പലരും. പിശാചി അത് തിന്മയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യന്റെ സഹകരണത്തിന്റെയും സമാധാനത്തിന്റെയും മാർഗങ്ങളിലേക്ക് അവനെ ഉത്തേജിപ്പിക്കുന്നതിന് പകരം അവനെ തിന്മയിലേക്കും നാശത്തിലേക്കും ആണ് ഇന്ന് പലരും നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ആ സോഫ്റ്റ്വെയറുകളുടെ ശരിയായ ഉപയോഗം. അത് ഏതൊരു കമ്പനിയിൽ നിന്നാണോ സൃഷ്ടിച്ചത്, എവിടെ നിന്നാണ് അതിന്റെ പ്രൊഡക്ഷൻ നടന്നിട്ടുള്ളത്, ആ പ്രൊഡക്ഷൻ നൽകിയ കേന്ദ്രത്തിൽ നിന്നുള്ള ഉപദേശം ലഭിക്കുമ്പോൾ മാത്രമേ അത് ശരിയായ ദിശയിൽ പോവുകയുള്ളൂ. അത് പ്രൊഡക്റ്റ് ചെയ്ത് ലോകത്തിന് സമ്മാനിച്ചത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ അല്ലാഹുവാണ്. ഇന്നത്തെ ഒരു ദിനപത്രത്തിൽ ഞാൻ വായിച്ചു ഒരു സഹോദരിയുടെ ദയനീയമായ കഥ. ഇന്നത്തെ ഒരു മലയാള പത്രം. ആ പത്രത്തിൽ ഒരു സഹോദരിയുടെ കഥയുണ്ട്. ആ സഹോദരിയുടെ കണ്ണിന്റെ പുറത്തുള്ള രോമങ്ങൾ, കൺപോളയിലാണ് രോമങ്ങൾ നമുക്കുള്ളത്. ആ സ്ത്രീയുടെ കണ്ണിന്റെ ഉള്ളിൽ രോമങ്ങൾ മുളയ്ക്കുന്നു. 6 മാസത്തിലൊരിക്കൽ ആ രോമങ്ങൾ കത്രിക കൊണ്ട് വെട്ടുന്നില്ല എങ്കിൽ ആ സ്ത്രീയുടെ കണ്ണിന്റെ കാഴ്ച തടസ്സപ്പെടുമെന്ന് ഡോക്ടർമാർ പറയുന്നു. ആ കണ്ണ് കാഴ്ച കുറഞ്ഞ് ആ സഹോദരി കഷ്ടപ്പെടുകയാണ്. ശാസ്ത്രത്തിന് മറുപടി കൊടുക്കാൻ കഴിയുന്നില്ല. ഡോക്ടർമാർ കൈമലർത്തുകയാണ്. നമ്മെപ്പോലെ ഇവിടെ ഒരു അച്ഛനും ഒരു അമ്മക്കും ഒരു ബാപ്പക്കും ഒരു ഉമ്മക്കും ജനിച്ച ഒരു സഹോദരി, ആ സഹോദരിയുടെ കണ്ണിന്റെ ഉള്ളിൽ രോമങ്ങൾ മുളക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഈ പ്രകൃതിയിൽ എന്തൊക്കെ ആരൊക്കെ പറഞ്ഞാലും ശരി, നമ്മെ പടക്കുകയും നമ്മെ നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൃഷ്ടാവില്ലേ? കഴിഞ്ഞ റമദാനിലെ ഒരു പത്രത്തിൽ വായിച്ചതായി ഞാൻ ഓർക്കുന്നു. ഒരു സഹോദരൻ, അയാളുടെ കാലിന്റെ ആംഗിൾ പിന്നോട്ടാണ്, അയാൾക്ക് മുന്നോട്ട് നടക്കാൻ കഴിയുന്നില്ല.
അയാളും അയാളുടെ കുടുംബവും കൂടി ഒരു കല്യാണ വീട്ടിലേക്ക് പോകുമ്പോൾ എല്ലാവരും കല്യാണത്തിന് പോകുന്ന വീട്ടിലേക്ക് ഫേസ് ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ അയാൾ പുറംതിരിഞ്ഞാണ് നിൽക്കുന്നത്. കാരണം അയാളുടെ കാലിന്റെ മുട്ടിന്റെ ആംഗിൾ മുന്നോട്ടല്ല പിന്നോട്ടാണ്. ഇത് എന്തിന് ഇങ്ങനെ ചില ആളുകളെ അള്ളാഹു പടച്ചു എന്ന് ചോദിച്ചാൽ മനുഷ്യനെ ചിന്തിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഈ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവായ അള്ളാഹു ഉണ്ട്. ആ അള്ളാഹുവാണ് നമുക്കിതെല്ലാം ദാനമായി നൽകിയിട്ടുള്ളത്. ആ ദാനമായി നൽകിയ കണ്ണും കാതും ചെവിയും അവയവങ്ങളും നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. നന്മയിലേക്ക് നമ്മെ ആര് നയിക്കും? ആധുനിക ലോകത്തുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ മാർഗദർശിയായി നാം തെരഞ്ഞെടുത്താൽ നാം പരാജയപ്പെടും. നമുക്ക് തെരഞ്ഞെടുക്കാനുള്ള മാർഗദർശികൾ ആരാണെന്ന് ഖുർആൻ പഠിപ്പിച്ചു തന്നു. അതാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. അള്ളാഹുവിന്റെയും മനുഷ്യരായ നമ്മുടെയും ഇടയിലുള്ള മധ്യവർത്തി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആ നബിയാണ് നമ്മളെ ഗൈഡ്. ആ ഗൈഡിനെ വിട്ടുകൊണ്ടുള്ളൊരു കളി പാടില്ല. യൂണിവേഴ്സിറ്റിയിൽ റിസർച്ചിന് വേണ്ടി വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഒരു ഗൈഡിന്റെ സഹായമില്ലാതെ റിസർച്ച് പൂർത്തിയാക്കാൻ കഴിയില്ല. 10ാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് നല്ല മാർക്കോടുകൂടി വിജയിക്കണമെങ്കിൽ ഗൈഡിന്റെ ആവശ്യമുണ്ട്. എങ്കിൽ ആ ഗൈഡ് നമ്മുടെ കുടുംബത്തിൽ വേണം, നമ്മുടെ ജീവിതത്തിൽ വേണം, നമ്മുടെ സാമൂഹ്യ തലത്തിൽ വേണം. ആ ഗൈഡിനെ പൂർണ്ണമായി അംഗീകരിച്ചുകൊണ്ടുള്ള ജീവിതത്തിനാണ് ഇസ്ലാം എന്ന് പറയുന്നത്. ഞാൻ എന്റെ സഹോദരന്മാരോട് പറയട്ടെ, ആ ഹബീബായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് നമ്മെ നയിക്കാൻ, ആ നബിയോടുള്ള സ്നേഹത്തിൽ വർധനവുണ്ടാക്കി നമ്മളെ സ്വന്തം ജീവിതത്തെക്കാൾ, സ്വന്തം മാതാവിനേക്കാൾ, പിതാവിനേക്കാൾ, മറ്റെല്ലാറ്റിനെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ടാക്കിയെടുക്കാനുള്ള സദസ്സുകളാണ്, പരിപാടികളാണ് നമ്മൾ ഇവിടെ നടത്തുന്നത്. ഞാൻ എന്റെ സഹോദരന്മാരോട് പറയട്ടെ, പക്ഷേ ഒഴുക്കിനെതിരെ നീന്താനുള്ള ഒരു സന്നദ്ധതയോടുകൂടി, ഒരു ത്വരയോടുകൂടിയുള്ള ഒരു മുന്നേറ്റത്തിന് സാധിക്കുമ്പോൾ മാത്രമേ നമുക്ക് സത്യത്തെ മുറുകെ പിടിക്കാൻ കഴിയുകയുള്ളൂ. അതിന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറെ മാർഗങ്ങൾ നമ്മുടെ മുൻപിൽ സമർപ്പിച്ചു. അതിൽ ഒരു മാർഗമാണ് പ്രാർത്ഥന, നിസ്കാരമടക്കമുള്ള ആരാധനകൾ. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പോലെ, വെള്ളം കുടിക്കുന്നത് പോലെ, ശ്വസിക്കുന്നത് പോലെ പ്രകൃതിയുടെ ഒരു ഭാഗമാക്കി മാറ്റിക്കൊണ്ട് ആരാധനകളിൽ സജീവമായി പങ്കെടുക്കുക. റമദാനിൽ നാം ആ പ്രാർത്ഥനകൾ എത്രമാത്രം ത്യാഗം സഹിച്ചുകൊണ്ടാണോ നാം ശീലമാക്കിയത്, അതേ അളവിൽ തന്നെ റമദാനിന് ശേഷവും ആരാധനകളുമായി ബന്ധപ്പെട്ട് നാം പതിവാക്കുക. അള്ളാഹു നമുക്കതിനുള്ള തൗഫീഖ് നൽകട്ടെ. ആ ആരാധനകൾ പതിവാക്കുന്നതോടൊപ്പം രണ്ടാമതായി നമുക്ക് ചെയ്യാനുള്ള മാർഗം ഏതാണ്? രണ്ടാമത്തെ മാർഗം, ആധുനിക ലോകത്തിന് മുൻപിൽ ഇസ്ലാമിക സമൂഹം ഒരിക്കലും തന്നെ പകച്ചു നിൽക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യരുത്. ഒരുപാട് ഭീഷണികൾ ഇസ്ലാമിക സമൂഹത്തിന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ സമയത്ത് വികാരങ്ങൾക്ക് വഴിപ്പെടാതെ നമ്മുടെ മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് നിർദ്ദേശിച്ചിരുന്നൊരു വഴിയുണ്ട്. ബഹുമാന്യരായ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ, ഇന്ത്യയിൽ ബഹുമാനപ്പെട്ട ഉള്ളാൾ തങ്ങളുടെ നേതൃത്വത്തിൽ അള്ളാഹു ആ മഹാന്മാർക്ക് നമ്മെ എത്രയോ കാലം നയിക്കാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ. അവരുടെ തണലിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് സൗഭാഗ്യം നൽകട്ടെ. അവർ നൽകുന്ന ഒരു സന്ദേശമുണ്ട്, നമ്മുടെ പണ്ഡിതന്മാർ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഇസ്ലാം നൽകുന്ന ആ സന്ദേശം ഏതാണ്? ലോകത്തിന്റെ എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ മനുഷ്യൻ കഴിവാർജിക്കണമെങ്കിൽ അതിനുള്ള ഒരേ ഒരു വഴി, ടു ഗെറ്റ് എഡ്യൂക്കേഷൻ, വിദ്യ നേടുക, വിദ്യാഭ്യാസം നേടുക. അതാണ് ആധുനിക മനുഷ്യൻ നേരിടുന്ന പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം. വിദ്യാഭ്യാസം നേടലാണ്. വിദ്യാഭ്യാസം നേടുക എന്ന് പറയുമ്പോൾ സ്കൂളുകളിലുള്ള പഠനവും ആ പഠനത്തോടൊപ്പം ആത്മീയമായ പഠനവും, ഈ രണ്ട് പഠനങ്ങളും രണ്ട് അന്വേഷണങ്ങളും തുല്യ പ്രാധാന്യത്തോടുകൂടി ഇസ്ലാമിക സമൂഹം ഏറ്റെടുക്കുകയാണ് എങ്കിൽ അവരെ പരാജയപ്പെടുത്താൻ ലോകത്തിന് കഴിയില്ല. സലാഹുദ്ദീൻ അയ്യൂബിയെ ഇന്ത്യയിൽ തന്നെ, കേരളത്തിൽ തന്നെ, നമ്മുടെ ഗ്രാമങ്ങളിൽ തന്നെ നമുക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ കഴിയും. ആരായിരുന്നു സലാഹുദ്ദീൻ അയ്യൂബി? ബൈത്തുൽ മുഖദ്ദസിന്റെ മോചനം നടത്തിയത് സലാഹുദ്ദീൻ അയ്യൂബിയാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈജിപ്തിലേക്ക് നടന്നുപോയ ആ ടീമിന്റെ കയ്യിലുള്ള ആയുധം വിദ്യാഭ്യാസവും പ്രാർത്ഥനയും മാത്രമായിരുന്നു. ടെക്നോളജി നാം വശമാക്കണം, സ്കൂൾ വിദ്യാഭ്യാസം നാം നേടണം,
ഉന്നതമായ വിദ്യാഭ്യാസം ഇസ്ലാമിക സമൂഹത്തിന് അനിവാര്യമാണ്. പക്ഷേ ആ വിദ്യാഭ്യാസത്തോടൊപ്പം വഴിതെറ്റാതിരിക്കണമെങ്കിൽ നമുക്ക് ആത്മീയമായ മോട്ടിവേഷൻ ലഭിച്ചുകൊണ്ടേയിരിക്കണം. മനുഷ്യൻ സ്വാർത്ഥ താല്പര്യത്തിന്റെ അടിമയാണ്. മനുഷ്യൻ അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. മനുഷ്യൻ എപ്പോഴും സ്വാർത്ഥതയുടെ പിന്നാലെ അവൻ പോയി പോകും. അതവന്റെ സ്വഭാവമാണ്. നോക്കൂ നിങ്ങൾ, ഞാനിതിന്റെ ചെറിയ ഉദാഹരണം പറയട്ടെ. 50 കൊല്ലം മുമ്പ് എറണാകുളത്തിന്റെ ചരിത്രം, 50 കൊല്ലം മുമ്പ് കേരളത്തിന്റെ ചരിത്രം, 100 കൊല്ലം മുമ്പ് ഇന്ത്യയുടെ ചിത്രം എന്തായിരുന്നു? ഇന്ത്യയിൽ, കേരളത്തിൽ, എറണാകുളത്ത് ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ അതിന്റെ നിലവാരം വളരെ താഴെയാണ്. അന്ന് 10ാം ക്ലാസ്സുള്ള സ്കൂളുകൾ തന്നെ വളരെ ദൂരെയായിരുന്നു. ഇന്ന് കോളേജുകൾ, റെഗുലർ കോളേജുകളും പാരലൽ കോളേജുകളുമായി ധാരാളം കോളേജുകൾ വിദ്യാഭ്യാസ രംഗത്ത് വന്നു. പക്ഷേ 100 കൊല്ലം മുൻപ് ജീവിച്ചിരുന്ന സമൂഹത്തെക്കാൾ പ്രകൃതി ഏറ്റവും വലിയ ഭീഷണി ഇന്നത്തെ സമൂഹമാണ്. ഇന്നത്തെ സമൂഹത്തെയാണ് ലോകം ഭയപ്പെടുന്നത്. അന്നത്തെ സമൂഹത്തിൽ സൗഹാർദ്ദമുണ്ടായിരുന്നു, ഐക്യമുണ്ടായിരുന്നു. 100 കൊല്ലം മുമ്പ് വർഗീയ സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നില്ല. 100 കൊല്ലം മുമ്പ് നമ്മുടെ രാജ്യത്ത് കലഹങ്ങളും കോലാഹലങ്ങളും അടിയും പിടിയും ഉണ്ടായിരുന്നില്ല. ഇവിടെ വിദ്യാഭ്യാസ മേഖല പുരോഗതി പ്രാപിച്ചപ്പോൾ ഇവിടെ മൊറാലിറ്റി കുറഞ്ഞതാണോ കൂടിയതാണോ എന്ന ചോദ്യത്തിനുള്ള മറുപടി വളരെ സിമ്പിളായി നമുക്ക് ലഭിക്കും. മൊറാലിറ്റി കുറഞ്ഞതാണ്. അപ്പൊ എന്തുകൊണ്ടാണിത് എന്ന് ചോദിക്കുമ്പോൾ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയമായ വിദ്യാഭ്യാസം മനുഷ്യന് ലഭിച്ചുകൊണ്ടേയിരിക്കണം. ശാന്തി ഡോക്ടർ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം ആയിരുന്നു ഗുരുകുല സമ്പ്രദായം. ആ ഗുരുകുല സമ്പ്രദായം നടപ്പിലാക്കിക്കൊണ്ട് രവീന്ദ്രനാഥ ടാഗോർ ഇന്ത്യക്കൊരു മാതൃക കാണിച്ചു. ഒരു ഗുരുവിന്റെ കീഴിൽ അച്ചടക്കത്തോടു കൂടി കുറെ വിദ്യാർത്ഥികൾ ഗുരുവിന്റെ വീട്ടിൽ താമസിക്കുകയാണ്. ആ ഗുരുവിന്റെ ഏറ്റവും നല്ല സംസ്കാരവും ആ ഗുരുവിന്റെ സ്വഭാവങ്ങളും ആ വിദ്യാർത്ഥികൾ ഗുരുവിൽ നിന്ന്, കുലത്തിൽ നിന്ന് പഠിക്കുകയാണ്. ആ ഗുരുകുല സമ്പ്രദായം ഇന്ത്യയിലും യൂറോപ്പിലും പടിഞ്ഞാറൻ നാടുകളിലുമെല്ലാം ശ്ലാഘിക്കപ്പെട്ടു. രവീന്ദ്രനാഥ ടാഗോറിനെ ആളുകൾ പ്രശംസിച്ചു. അന്ന് യഥാർത്ഥത്തിൽ കോളേജിലേക്ക് അങ്ങോട്ട് പോവുകയല്ല, പള്ളി ദർസുകൾ എന്ന് ഇസ്ലാമിക ചരിത്രത്തിൽ കാണുന്ന പള്ളി ദർസ്, ആ പള്ളി ദർസിനെ രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിന്റെ കുലത്തിലേക്ക്, വീട്ടിലേക്ക് പകർത്തുകയായിരുന്നു. അദ്ദേഹത്തിന് ഏറ്റവും നല്ല ശിഷ്യന്മാർ ജനിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, പഴയ കാലഘട്ടങ്ങളിൽ ഇസ്ലാം ഇവിടെ മനുഷ്യന്റെ സംസ്കരണത്തിന് വേണ്ടി കാണിച്ചു വെച്ച വഴികൾ ഏതുണ്ടോ ആ വഴികളെ ചരിത്രത്തിൽ പല ഘട്ടങ്ങളിലായി എല്ലാവരും പ്രശംസിച്ചിട്ടുണ്ട്. എന്തോ ദൗർഭാഗ്യത്തിന് ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയമായ വിദ്യാഭ്യാസം തുല്യ അളവിൽ നൽകാൻ കഴിയാതെ പോയി എന്ന ഒരു വലിയ പാപം കേരളീയ സമൂഹം ഇന്ന് അതിന്റെ ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ അത് അനുഭവിക്കുകയാണ്. പഴയ കാലത്തുള്ള ആ ഒരു നല്ലത് നമ്മുടെ ഗ്രാമങ്ങളിൽ നാം കാണുന്നില്ല. കുട്ടികളൊക്കെ നന്നായി സ്കൂളിൽ പോകുന്നുണ്ട്. പക്ഷേ ആ പഠിക്കുന്ന കുട്ടികൾക്ക് ഉസ്താദുമാരോടുള്ള ബഹുമാനം, ആലിമീങ്ങളോടുള്ള ബഹുമാനം, സാദാത്തുക്കളോടുള്ള ആദരവ്, അവരിൽ നിന്ന് ലഭിക്കുന്ന സ്വഭാവങ്ങൾ, നല്ല ഗുണങ്ങൾ, അത് വേണ്ടത്ര അളവിൽ ലഭിക്കുന്നില്ല. അത് ലഭിക്കുവാനുള്ള വഴികൾ നാം തേടണം. എന്നിട്ട് 2 വിദ്യാഭ്യാസം ഒരു കുടക്കീഴിൽ നമുക്ക് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അതാണ് യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ നേതൃത്വത്തിൽ 1978 കേരളത്തിൽ ഒരു ചെറിയ സംരംഭമായി ആരംഭിച്ച മർക്കസ് സഖാഫത്തി സുന്നിയ, സുന്നി കൾച്ചറൽ സെന്റർ. അത് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിന് വേണ്ടിയുള്ളതല്ല. ലോകത്തിന് തന്നെ മാതൃകയായി നിൽക്കാൻ വേണ്ടി, ലോകത്തിന് വേണ്ടി അള്ളാഹു അവതരിപ്പിച്ച ഇസ്ലാമിനെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു മാർഗം. അതിന്റെ വലിയ പ്രത്യേകത എന്താണ്? 2 വിദ്യാഭ്യാസം നൽകുന്നു. പണക്കാരെയും സാധാരണക്കാരെയും ഒരേ കേന്ദ്രത്തിൽ ഒരുമിച്ച് കൂട്ടുന്നു. പണക്കാരുടേതായ ഒരു ഫ്യൂഡലിസത്തിന്റെ സ്വഭാവം അമേരിക്ക വളർത്തിയെടുത്തപ്പോൾ, യൂറോപ്പ് വളർത്തിയെടുത്തപ്പോൾ, പാവപ്പെട്ടവനെ ഏതെങ്കിലും ഒരു തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാൻ മുതലാളിത്തം പ്ലാൻ ചെയ്തപ്പോൾ ഇസ്ലാം വിഭാവനം ചെയ്തൊരു സംസ്കാരമുണ്ട്. അതേതാണ്? സോഷ്യലിസത്തിന്റെയും മുതലാളിത്തത്തിന്റെയും മധ്യേ ഉള്ള ഒരു നേർരേഖ ഇസ്ലാം ഇവിടെ വരച്ചു. അതാണ് മർക്കസ് സഖാഫത്തി സുന്നിയെ പ്ലാൻ ചെയ്തത്. വിശുദ്ധ ഖുർആന കാര്യം നമ്മെ ഉണർത്തി. ഈ പ്രഭാഷണം ശ്രദ്ധിക്കുന്ന എന്റെ സഹോദരന്മാരോട്, സഹോദരിമാരോട് പറയട്ടെ, നമുക്ക് രക്ഷപ്പെടാൻ,
ഏതോ തടിച്ച പുസ്തകങ്ങൾ വായിച്ച് രക്ഷ ലഭിക്കുമെന്ന് ആരും കരുതരുത്. നമുക്ക് രക്ഷപ്പെടാനുള്ള വഴി നമ്മുടെ ഗുരുനാഥന്മാരുടെ ഉപദേശങ്ങൾ മാത്രമാണ്, ഖുർആന്റെ വചനങ്ങൾ മാത്രമാണ്. പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ വേണ്ടി മയക്കുമരുന്നിനെ അവലംബിക്കുന്നവൻ വിഡ്ഢിയാണ്. പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണട്ടെ എന്ന് മനസ്സിലാക്കി ഓരോ ദിവസവും വരുന്ന സിനിമകൾ കാണാൻ വേണ്ടി പോകുന്ന യുവാക്കളോട് പറയട്ടെ, നിങ്ങളുടെ ഹൃദയം കൊണ്ട് കാര്യങ്ങൾ ചിന്തിക്കുക. നമ്മൾ എന്തിനു വേണ്ടിയാണോ ഉദ്ദേശിക്കുന്നത് ആ ഉദ്ദേശ്യം പൂർത്തിയാകാനുള്ള വഴികൾ നമ്മുടെ കയ്യിലുണ്ട്. ഓമിനന്നാസി മഞ്ഞഖൂലു റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തി. മനുഷ്യരിൽ 2 വിഭാഗം ആളുകളുണ്ട്. മനുഷ്യരിൽ ഒരു വിഭാഗത്തിന്റെ നിലപാടെന്താണ്? ഞങ്ങളുടെ സൃഷ്ടാവായ അല്ലാഹുവേ, ആത്തിനാ ഫിദ്ദുനിയ, ഞങ്ങൾക്ക് ഭൗതിക ലോകത്ത് നീ ധാരാളം ഗുണങ്ങൾ തരണമേ, ഭൗതിക ലോകത്ത് ഞങ്ങൾക്ക് വളർച്ച തരണം, ഇവിടെ ഞങ്ങളെ കച്ചവടത്തിൽ ലാഭം വേണം, ഇവിടെയുള്ള പുരോഗതി ഞങ്ങൾക്ക് വേണം എന്ന് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗം ആളുകൾ മനുഷ്യരിലുണ്ട്. വമാ ലഹു ഫിൽ ആഖിറതി മിൻ ഖലാഖ്. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് മരണാനന്തര ജീവിതത്തിൽ യാതൊരു മെച്ചവും ഗുണവും ഉണ്ടാവുകയില്ല. അതേ സമയത്ത് ഒമിനന്നാസി, മനുഷ്യരിൽ തന്നെ, ഒമിൻഹും, മനുഷ്യരിൽ തന്നെ ഉണ്ട് മൻ ചിലർ, യഖൂലു, അവരുടെ പ്രാർത്ഥന, അവരുടെ വിചാരം, അവരുടെ അധ്വാനം, റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന, ഭൗതിക ലോകത്ത് ഞങ്ങൾക്ക് ക്ഷേമവും അനുഗ്രഹവും തരണമേ, വഫിൽ ആഖിറതി ഹസന, പരലോകത്തും ഞങ്ങൾക്ക് രക്ഷ തരണമേ, ഞങ്ങൾക്ക് 2 ലോകത്തും സമാധാനത്തിനുള്ള വഴികൾ കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് ഖുർആൻ പറയുന്നു. ഈ വഴിയാണ് മർകദു സഖാഫത്തി സുന്നിയെ തെരഞ്ഞെടുത്തിട്ടുള്ളത്. ഒരു ഭാഗത്ത് ശരീഅത്ത് കോളേജ്, അൽഹംദുലില്ലാ, കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ശരീഅത്ത് കോളേജ് മർകദു സഖാഫത്തി സുന്നിയുടെ കീഴിൽ. കോഴിക്കോട്ട് നിന്ന് 14 കിലോമീറ്റർ സഞ്ചരിച്ചാൽ വയനാട് റോഡിൽ കുന്നമംഗലത്തിന് സമീപം കാരന്തൂരിൽ സ്ഥാപിതമായ മർകസ് ശരീഅത്ത് കോളേജ്. ആ ശരീഅത്ത് കോളേജിൽ അതിന്റെ പ്രിൻസിപ്പാളായി സഹീഹുൽ ബുഖാരി എന്ന ലോകപ്രസിദ്ധ ഗ്രന്ഥം അത് ദർസ് നടത്തിക്കൊണ്ട് ആ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പാളായി സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട ഉസ്താദ്, അല്ലാഹു തആല അദ്ദേഹത്തിന് നമ്മുടെ ഉലമാക്കൾക്ക് ദീർഘായുസ്സ് നൽകട്ടെ. ആ ശരീഅത്ത് കോളേജിലുള്ള വിദ്യാർത്ഥികൾ കാശ്മീർ മുതൽ ആസാം, ബീഹാർ, UP, അങ്ങനെ ഇന്ത്യയിലെ 22 സ്റ്റേറ്റുകളിലെ വിദ്യാർത്ഥികൾ മർക്കസിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇന്നലെയും ഇങ്ങോട്ട് പുറപ്പെടുന്ന സമയത്തും അഡ്മിഷന് വേണ്ടി വന്ന ഉറുദുക്കാരായ വിദ്യാർത്ഥികൾ ഇന്നും ഇന്നലെയുമായി അവിടെ ക്യാമ്പ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ശരീഅത്തിനെ പഠിക്കാൻ, ശരീഅത്ത് അത് 2 മദ്ഹബ്, ശാഫിഈ മദ്ഹബ് പ്രകാരവും ഹനഫി മദ്ഹബ് പ്രകാരവുമുള്ള 2 സ്കൂളുകളിലെ 2 സെക്ടറുകളിലെ ആ 2 വീക്ഷണപ്രകാരമുള്ള ഇസ്ലാമിക ശരീഅത്തിന്റെ പഠനത്തിന് സൗകര്യം നൽകിയ മർകസ് ശരീഅത്ത് കോളേജിൽ 1200-ലധികം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ മുഴുവൻ പള്ളികളിലും ദർസുകൾ ഉണ്ടായിരുന്നു. ആ ദർസുകളിൽ ഒരു ഇമാമുണ്ട്. ആ ഇമാമ് മുദരിസ് കൂടിയാണ്. ആ മുദരിസിന്റെ ശിക്ഷണത്തിൽ വിദ്യാർത്ഥികൾ ഇസ്ലാം പഠിക്കുകയാണ്. ചെറിയതും വലിയതുമായ മുഴുവൻ കിതാബും പള്ളികളിൽ പഠിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ബിദഈ പ്രസ്ഥാനക്കാർക്ക് ശക്തി ലഭിച്ചപ്പോൾ പള്ളികളിലുള്ള ദർസുകൾ മുഴുവനും ഇല്ലാതെയായി. പള്ളി ദർസുകൾ ഇവിടെ പാടില്ല എന്ന അർത്ഥത്തിൽ ബിദഈ പ്രസ്ഥാനക്കാർ രംഗത്ത് വരികയും കമ്മിറ്റിയുടെ ഭാരവാഹികളെ മെല്ലെ സ്വാധീനിച്ച് ദർസുകൾ നിഷ്കാസനം ചെയ്യുകയും ചെയ്ത സാഹചര്യത്തിൽ ഇവിടെ പള്ളി ദർസുകൾക്ക് പകരമായി ഇസ്ലാമിക ശരീഅത്ത് ഇവിടെ നിലനിൽക്കുവാനുള്ള, അതിന്റെ പഠനം ഇവിടെ നിലനിൽക്കുവാനുള്ള സംവിധാനം അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കി മർകസ് ശരീഅത്ത് കോളേജ് ആരംഭിച്ചു. അൽഹംദുലില്ലാ, ലോകത്ത് തന്നെ 1000 വർഷം പഴക്കമുള്ള ഏറ്റവും വലിയ ഇസ്ലാമിക യൂണിവേഴ്സിറ്റിയാണ് ഈജിപ്തിലെ അൽ അസ്ഹർ സർവകലാശാല. ലോകത്ത് ഏറ്റവും ആദ്യമായി വന്ന സർവകലാശാല ഏതാണെന്ന് ചോദിച്ചാൽ അത് ഈജിപ്തിലെ അൽ അസ്ഹറാണ്. ആ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെടുകയും ആ അൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതിനു പകരം അവർ അംഗീകരിച്ച കോഴ്സുകൾ നേരിട്ട് പഠിച്ച് പരീക്ഷ എഴുതി തുടർ പഠനം അവിടെ തന്നെ നടത്താൻ സൗകര്യമാകുന്ന രൂപത്തിൽ 3 പ്രത്യേകമായ ഫാക്കൽറ്റികൾ മർകസിൽ
3 വർഷമായി ഇപ്പോൾ ഭംഗിയായി നടന്നു വരികയാണ്. അൽഹംദുലില്ലാഹ്, ഈ 2 സംവിധാനങ്ങളോടൊപ്പം പരിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കുന്നതിന് ഇവിടെ ഇസ്ലാമിക സമൂഹത്തിന് ആവശ്യമായ മോട്ടിവേഷൻ നൽകിക്കൊണ്ട് 1987 മർക്കസിൽ ആരംഭിച്ച ഹിഫ്ദുൽ ഖുർആൻ മനഃപ്പാഠ കേന്ദ്രം. മർക്കസ് ആരംഭിച്ചതിന് ശേഷമാണ് ഇങ്ങനൊരു ഒരു സംവിധാനത്തെ സംബന്ധിച്ച് കേരളത്തിലെ ജനങ്ങൾ, സാധാരണക്കാർ അറിയുന്നത്. അൽഹംദുലില്ലാഹ്, ഇന്ന് മർക്കസ് സഖാഫത്ത് സുന്നിയയിലെ ഖുർആൻ മനഃപ്പാഠ കേന്ദ്രത്തിലെ വിജയികളായ വിദ്യാർത്ഥികൾ ആഗോള അടിസ്ഥാനത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. മൊറോക്കോവിലും ഈജിപ്തിലും സൗദി അറേബ്യയിലും UAE-യിലും അതുപോലെ ലിബിയയിലും അത്തരം ഇസ്ലാമിക അറബ് രാഷ്ട്രങ്ങളിലുള്ള വിവിധ ആഗോള മത്സരങ്ങളിൽ മർക്കസിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ഇത്തവണ UAE ദുബൈ കേന്ദ്രമാക്കി നടത്തിയ ഗവൺമെന്റ് ഔദ്യോഗികമായി നടത്തിയ ഹോളി ഖുർആൻ മത്സരത്തിൽ ഉന്നതമായ വിജയം നേടിയ വിദ്യാർത്ഥി ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയെ പ്രതിനിധീകരിച്ച് മർക്കസിൽ നിന്ന് പങ്കെടുത്ത വിദ്യാർത്ഥിയായിരുന്നു. നമുക്കതിൽ അഭിമാനമുണ്ട്. മർക്കസിനെ സഹായിക്കുന്ന, മർക്കസിന്റെ വളർച്ചയിൽ ആനന്ദിക്കുന്ന, മർക്കസിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാർക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. അള്ളാഹു ഇനിയും നമുക്ക് പുരോഗതി തരട്ടെ. അതുപോലെ ഈജിപ്തിൽ ഈ പ്രാവശ്യം നടന്ന ഹോളി ഖുർആൻ ആ മത്സരത്തിൽ, മനഃപ്പാഠ പാരായണ മത്സരത്തിൽ 1ാം സമ്മാനം ലഭിച്ചത് മർക്കസിലെ വിദ്യാർത്ഥിക്കാണ്. ഇത് രണ്ടും ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയ വിവരങ്ങൾ ഇവിടെ നിങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. ഖുർആൻ മനഃപ്പാഠമാക്കാൻ കഴിയണം. ആ ഖുർആൻ പള്ളികളിൽ നിസ്കാരത്തിൽ പാരായണം ചെയ്യണം. ആ ഖുർആന്റെ അർത്ഥവും ആ ഖുർആൻ സന്ദേശവും ജനങ്ങൾക്ക് എത്തിക്കണം. അതിനുവേണ്ടിയാണ് മർക്കസ് സഖാഫത്ത് സുന്നിയ നിലകൊള്ളുന്നത്. അതോടൊപ്പം നമുക്കറിയാം, ഇന്ന് നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ മയക്കുമരുന്നിന്റെയും കഞ്ചാവിന്റെയും കള്ളിന്റെയും അടിമകളാക്കി മാറ്റാൻ സിയോണിസ്റ്റുകൾ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും ഒരു ദുഃഖമുണ്ടാകുമ്പോൾ, ഏതെങ്കിലും ഒരു പ്രയാസം തോന്നുമ്പോൾ ഒരൽപ്പം കഞ്ചാവ് വായിലൊന്ന് ആസ്വദിക്കട്ടെ എന്ന ചിന്ത പുതിയ കുട്ടികളിൽ വളർത്തിക്കൊടുക്കുന്നു സിയോണിസ്റ്റുകൾ. ആ സമയത്താണ് അത്തരം വിദ്യാർത്ഥികളെ മെല്ലെ പെറുക്കി എടുത്തു കൊണ്ടുപോയി അവർക്ക് ആവശ്യമായ അറിവുകളും ആഹാരങ്ങളും നൽകി അവരെ വളർത്താൻ മർക്കസ് സഖാഫത്ത് സുന്നിയ പ്ലാൻ ചെയ്തു. അൽഹംദുലില്ലാഹ്, കേരളത്തിൽ നിന്ന് 4500 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രം എത്തുന്ന ഒരു പ്രദേശമാണ് കാശ്മീർ. കേരളത്തിൽ നിന്ന് UAE-യിലേക്ക് 2000 കിലോമീറ്ററേ ഉള്ളൂ. 4500 കിലോമീറ്റർ പോയാലേ ഇന്ത്യയുടെ തെക്ക് നിന്ന് വടക്കെത്താൻ കഴിയൂ. അത്രയും വലിയ നമ്മുടെ ഇന്ത്യ രാജ്യം, ആ ഇന്ത്യയുടെ തെക്കേ ഭാഗത്ത് നിലകൊള്ളുന്ന ഈ കേരളത്തിലെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ മാത്രമല്ല മർക്കസ് സഖാഫത്ത് സുന്നിയ ഏറ്റെടുത്തിട്ടുള്ളത്. മറിച്ച് കാശ്മീരിലെ ഇസ്ലാമിക സമൂഹത്തിന്റെ ദുഃഖങ്ങൾ മനസ്സിലാക്കി, അവിടെയുള്ള മുസ്ലിമീങ്ങളുടെ പ്രയാസങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അതിന് പരിഹാരം ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ മർക്കസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് 100 ചില്ലുവാനം വിദ്യാർത്ഥികൾ മർക്കസ് സഖാഫത്ത് സുന്നിയിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ പഠനം നൽകുന്നു, ആ വിദ്യാർത്ഥികൾക്ക് ആത്മീയ പഠനം നൽകുന്നു. ആ വിദ്യാർത്ഥികളെ കൊള്ളാവുന്നവരാക്കി വളർത്തിയെടുക്കുന്ന പ്രക്രിയ. അതിനും പുറമെ അൽഹംദുലില്ലാഹ്, പണക്കാരുടെ മക്കൾ, അവരെ ചൂഷണം ചെയ്യാൻ വേണ്ടി വിജയീ സംഘടനകൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ പരിഷ്കാരത്തിന്റെ പിന്നാലെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ് മദീൻ സാഹിബിനെ പോലെയുള്ള എറണാകുളത്തെ അഡ്വക്കേറ്റുമാരും ഡോക്ടർമാരും പണക്കാരും അൽഹംദുലില്ലാഹ്, അവരുടെ മുന്നേറ്റങ്ങളെ ഞങ്ങൾ ഈ സമയത്ത് ഇവിടെ പ്രത്യേകമായി എടുത്തു പറയുന്നു. സമസ്ത കേരള സുന്നി യുവജന സംഘത്തിന്റെയും SSF-ന്റെയും പ്രവർത്തകന്മാർ, അതുപോലെ മംബഉൽ ഹുദ എന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തകന്മാർ, അവരെല്ലാം ഏകോദര സഹോദരങ്ങളായി യോജിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് സുന്നത്തി ജമാഅത്തിന്റെ ആശയങ്ങളെ മുറുകെ പിടിച്ച് അത് വളർത്താനുള്ള ശ്രമങ്ങൾ ഈ ജില്ലയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ ഉണർത്തട്ടെ, ധാരാളം പുറമേ നോക്കി നിൽക്കുന്ന, കാത്തു നിൽക്കുന്ന, ക്യൂവിന്റെ അപ്പുറത്ത് നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. അവരെ മാടി വിളിക്കാനുള്ള സന്ദേശമാണ് മർക്കസ് നമുക്ക് നൽകുന്നത്. അവരെ നമ്മൾ അടുത്തേക്ക് വിളിക്കണം, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ നാം ചെയ്തു കൊടുക്കണം. അൽഹംദുലില്ലാഹ്, ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ ഇവിടെ മർക്കസിന്റെ പ്രവർത്തനങ്ങൾ ശക്തിപ്പെട്ടപ്പോൾ ഉണ്ടായ മാറ്റങ്ങളെ പറ്റി നാം ചിന്തിക്കണം. ആ വലിയ മാറ്റങ്ങളാണ് പണ്ഡിതന്മാരുടെ അടുത്തേക്ക് വരാൻ മടിച്ചു നിൽക്കുന്ന സാധാരണക്കാരായ ജനങ്ങളെ
പണ്ഡിതന്മാരിലേക്ക് അടുപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞു. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലുൻ ലിൽ ആലിമി മിനൽ ജാഹിൽ, വൈലുൻ ലിൽ ജാഹിലി മിനൽ ആലിം. സദഖ റസൂലുള്ളാഹി. വൈലുൻ ലിൽ ആലിമി മിനൽ ജാഹിൽ. ഓ സാധാരണക്കാരാ, വിവരമില്ലാത്ത മനുഷ്യ, നീ പണ്ഡിതനോട് അടുത്ത് പണ്ഡിതന്റെ സമീപത്തേക്ക് വരൂ. വരുന്നില്ല എങ്കിൽ നാളെ പരലോകത്ത് നീ കൈകടിക്കേണ്ടി വരും. നാളെ പണ്ഡിതന്മാരും സാധാരണക്കാരും മഹ്ശറയിൽ അല്ലാഹുവിന്റെ ഹദറത്തിൽ ഹാജരാകുന്ന സമയം അവിടെ സാധാരണക്കാരൻ കൈകടിക്കേണ്ടി വരും. എന്റെ സമീപത്ത് ഗുരു ഉണ്ടായിരുന്നു, എന്റെ സമീപത്ത് ഉസ്താദ് ഉണ്ടായിരുന്നു, എന്റെ നാട്ടിൽ പണ്ഡിതനുണ്ടായിരുന്നു, ആ പണ്ഡിതന്റെ സമീപത്തേക്ക് ഒരിക്കൽ പോലും ഞാൻ പോയില്ലല്ലോ എന്ന് കൈകടിക്കേണ്ടി വരും. അതേ ഹദീസിൽ തന്നെ പറയുന്നു, വൈലുൻ ലിൽ ആലിമി മിനൽ ജാഹിൽ. പണ്ഡിതന്മാർ മനസ്സിലാക്കണം, സഖാഫികളടക്കം ഏതെല്ലാം ആലിമീങ്ങൾ ഏതെല്ലാം രാജ്യത്തുണ്ടോ, ഏതെല്ലാം നാടുകളിലുണ്ടോ, അവരുടെ ദൗത്യമാണ് സാധാരണക്കാരിലേക്ക് ഒരു പാലം ഉണ്ടാക്കൽ. ആ പാലത്തിലൂടെ കടന്ന് അവരുടെ സമീപത്തെത്തണം. സ്ഥിരമായി ക്ലബിൽ ജോലി ചെയ്യുന്നവർ, സ്ഥിരമായി ക്ലബിൽ പോകുന്നവർ, ബസ് സ്റ്റാൻഡിലും അവിടെ ഇവിടെയും കിടന്ന് സമയം നഷ്ടപ്പെടുത്തുന്നവർ, അത്തരം സാധാരണക്കാരായ ജനങ്ങളിലേക്ക് മെല്ലൊരു ബന്ധം സ്ഥാപിച്ച് അവരെ പങ്കെടുപ്പിക്കാവുന്ന സദസ്സുകൾ ഉണ്ടാക്കി ആ സദസ്സിലേക്ക് ക്ഷണിച്ച് മർക്കസ് പോലെയുള്ള സ്ഥാപനങ്ങൾ കാണിച്ച് അതിന്റെ പ്രവർത്തനങ്ങളുടെ CD പ്രദർശിപ്പിച്ച് ആധുനിക സമൂഹത്തിൽ നന്മയുടേതായ ഒരു പുത്തൻ ലോകമുണ്ടാക്കുക നമ്മുടെ ബാധ്യതയാണ്. അൽഹംദുലില്ലാഹ് അതെല്ലാം തുടക്കമിട്ടുകൊണ്ട് മർക്കസ് സഖാഫത്ത് സുന്നിയ പ്രവർത്തന രംഗത്ത് കടന്നു വന്നു. അതിനും പുറമെ നിങ്ങൾക്കറിയാമോ, നമ്മുടെ ഇന്ത്യ രാജ്യം ദരിദ്ര രാജ്യമാണ്, ഒരു വികസ്വര രാഷ്ട്രമാണ്. വികസനത്തിന്റെ പാതയിലേക്ക് മെല്ലെ മെല്ലെ നമ്മൾ നീങ്ങുന്നേയുള്ളൂ. ഈ രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് തൊഴിലില്ലായ്മയാണ്, മറ്റൊന്ന് ദാരിദ്ര്യമാണ്. ഈ ദാരിദ്ര്യത്തിന്റെയും തൊഴിലില്ലായ്മയുടെയും ഇരുട്ടിൽ നിന്ന് ഇന്ത്യയിലെ യുവാക്കളെ, ഇന്ത്യൻ സമൂഹത്തെ മോചിപ്പിക്കാനുള്ള വഴി എന്താണ്? ആ വഴിയും മർക്കസ് കാണിച്ചു കൊടുത്തു, ബഹുമാനപ്പെട്ട ഉസ്താദുകൾ കാണിച്ചു കൊടുത്തു. ഈ നൂറ്റാണ്ടിലെ ഇസ്ലാമിക സമൂഹത്തിന് ആവശ്യമായ എല്ലാം കാണിച്ചു കൊടുക്കാൻ നമ്മുടെ ആലിമീങ്ങൾക്ക് കഴിയുന്നുണ്ട്. പടച്ചവൻ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾക്ക് ശക്തി നൽകട്ടെ. ആ ആലിമീങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ സംഘടനകൾ, ആ സംഘടനകളുടെ വാക്കുകൾ കേട്ട് വഞ്ചിതരാകരുതെന്ന് കൂടി സാന്ദർഭികമായി ഉണർത്തുകയാണ്. ഓർത്തു നോക്കൂ, ദാരിദ്ര്യത്തിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കാനുള്ള വഴി ഏതാണ്? ഒന്ന്, മനുഷ്യന് തൊഴിൽ പഠിപ്പിച്ചു കൊടുക്കലാണ്. തൊഴിൽ പഠിപ്പിച്ചു കൊടുക്കണം. ഇസ്ലാമിക സമൂഹം തൊഴിലുള്ളവരായി ജീവിക്കണം. അവർ മടിയന്മാരാകാൻ പാടില്ല. അവർ വെള്ളക്കോളർ ജോലി മാത്രം ആഗ്രഹിക്കുന്നവരായി മാറാൻ പാടില്ല. അധ്വാനിക്കാൻ അവർ പഠിക്കണം. അധ്വാനിച്ചവർ ജീവിക്കണം. തൊഴിലവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം. മർക്കസിലേക്ക് ഒന്ന് നോക്കൂ, നമുക്കവിടെ കാണാം പാവപ്പെട്ട ബാപ്പമാർ മരിച്ചുപോയ യതീമുകളെ ദത്തെടുത്ത് വളർത്തുകയാണ്. അൽഹംദുലില്ലാഹ് ഈ സദസ്സിലേക്ക് നോക്കുമ്പോൾ മർക്കസിൽ വളരുന്ന പല കുട്ടികളുടെയും ഭക്ഷണവും വസ്ത്രവും ഏറ്റെടുത്ത മുഖങ്ങൾ വളരെ സന്തോഷിപ്പിക്കുന്നു. അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ സ്ഥാപനത്തിൽ ഒരു ദിവസത്തിൽ 3 ലക്ഷം രൂപ ചിലവാണ്. ഒരു ദിവസത്തിൽ 3 ലക്ഷം രൂപ വരുമ്പോൾ ഒരു മാസത്തിൽ 90 ലക്ഷവും, അതുപോലെ അനുബന്ധ ചെലവുകൾ കൂടുമ്പോൾ ഒരു മാസത്തിൽ 1 കോടി രൂപ ചിലവ് വരുന്നു. ഈ വലിയ ദൗത്യം ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടുപോകാനുള്ള പ്രയാസങ്ങളെപ്പറ്റി നാം ആലോചിക്കണം. അത് പരിഹരിക്കാൻ വിഷമിക്കുമ്പോഴാണ് നിങ്ങളെയൊക്കെ സമീപിക്കാറുള്ളത്. ഈ റമദാനിൽ ആലുവയിലും എറണാകുളത്തും പരിസരങ്ങളിലും മർക്കസിന്റെ ബന്ധപ്പെട്ട പ്രവർത്തകന്മാർ വന്നപ്പോൾ ഉദാരമായി സഹായിച്ച ആളുകൾ, സ്ഥിരമായി മർക്കസിനെ സഹായിക്കാൻ കാത്തു നിൽക്കുന്നവരുണ്ട്. ഇതുപോലെ ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി ആ സ്ഥാപനത്തെ സഹായിക്കാൻ ആളുകൾ തയ്യാറായി നിൽക്കുന്നതിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാൽ, പോവർട്ടിക്കെതിരായ, ദാരിദ്ര്യത്തിനെതിരായ ഒരു സമരം പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, ആരും സംരക്ഷിക്കാനില്ലാത്ത പാവപ്പെട്ട ഓർഫൻസിന് വിദ്യാഭ്യാസം നൽകി, ആത്മീയ പഠനം നൽകി, തൊഴിൽ പരിശീലനവും നൽകി അവരെ പുറത്തിറക്കുകയാണ്. മർക്കസിന്റെ കീഴിൽ തന്നെ ഒരു ആശുപത്രിയുണ്ട്. ആ ആശുപത്രിയിലെ ഡോക്ടർമാരിൽ അൽഹംദുലില്ലാഹ് ഇന്ന് 2 ഡോക്ടർമാർ മർക്കസിലെ ഓർഫണേജിൽ നിന്ന് നമ്മൾ തന്നെ പഠിപ്പിച്ച് MBBS എല്ലാ കോഴ്സും പൂർത്തിയാക്കിയ 2 വിദ്യാർത്ഥികളാണ്. അൽഹംദുലില്ലാഹ്. ഇതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഒരു സ്വപ്നമായിരുന്നു.
ഇസ്ലാമിക സമൂഹത്തിൽ സുന്നത്തിയമായത്തിന്റെ മേൽവിലാസത്തിൽ ഒരു ഡോക്ടർ ഒരു സങ്കല്പം മാത്രമായിരുന്നുവെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ ഡോക്ടർമാരായി വന്ന് നമ്മുടെ ആശുപത്രിയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതേ ആശുപത്രിയിൽ നഴ്സുമാരായി ജോലി ചെയ്യാൻ ആവശ്യമായ പെൺകുട്ടികൾ ഇല്ല എന്നത് മറ്റൊരു വിഷയമാണ്. അത് പരിഹരിക്കാൻ വേണ്ടി BSc നഴ്സിംഗ് അടക്കമുള്ള കോഴ്സുകൾ നൽകി മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികളെ ആൺകുട്ടികളുമായി ഇടകലർത്താതെ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും വേറെ വേറെ സ്കൂളുകളിൽ ബൈഫ്രിക്കേഷൻ നടത്തിയ സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ച് അവരെ എങ്ങനെ BSc നഴ്സിംഗ് കോഴ്സ് പൂർത്തിയാക്കാൻ കഴിയും എന്ന ചിന്തയിലാണ് ബഹുമാനപ്പെട്ട ഉസ്താദുകൾ. അള്ളാഹു എല്ലാത്തിനും തൗഫീഖ് ചെയ്യട്ടെ. കേരളം മുഴുവനും അതിനുവേണ്ടി കാത്തു നിൽക്കുന്നു. മംഗലാപുരത്ത് നിന്ന് ടെലിഫോൺ വരുന്നു, ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ടെലിഫോൺ വരുന്നു. ഞങ്ങളുടെ കുട്ടികൾക്ക് ആൺകുട്ടികളുമായി ഇടകലരാത്ത സ്കൂളുകളിൽ എങ്ങനെ പഠിക്കാൻ ഇവിടെ സൗകര്യമുണ്ട്. സർക്കാരുമായി നിരന്തരം ബന്ധപ്പെടുന്നു. LDFന്റെയും UDFന്റെയും ഗവൺമെന്റുകളിൽ നിന്ന് സഹായത്തിന് വേണ്ടി കൈനീട്ടുന്നു. മന്ത്രിമാരുമായി നിരന്തരം ബന്ധപ്പെടുന്നു. ആവശ്യകതകൾ മനസ്സിലാക്കിയ നല്ല മനസ്സുള്ള MLA മാരും മന്ത്രിമാരും ഒക്കെ നമ്മളെ ആവശ്യങ്ങൾ സാധിച്ചു തരുന്നു. അങ്ങനെ അൽഹംദുലില്ലാഹ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഈ പ്രാവശ്യം ആരംഭിച്ചു. കുട്ടികൾക്ക്, പെൺകുട്ടികൾക്ക് സയൻസ് പഠിക്കാനുള്ള സൗകര്യം നമ്മൾ ഏർപ്പെടുത്തി. ആ കുട്ടികൾ BSc നഴ്സിംഗ് കൂടി പഠിച്ചാൽ നമ്മുടെ ആശുപത്രികളിൽ അവരെ നമുക്ക് നഴ്സുമാരായി നിയോഗിക്കാൻ കഴിയും. ഞാൻ എന്റെ സഹോദരന്മാരോട് പറയട്ടെ, അതിനും പുറമേ വളർന്നു വരുന്ന യുവതലമുറക്ക് അവരുടെ പഠനം കഴിഞ്ഞതിന് ശേഷം, അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയതിനു ശേഷം അവർ എങ്ങോട്ടാണ് നടന്നു പോകുന്നത് എന്നതിനെപ്പറ്റി നമ്മൾ ആലോചിക്കണം. ഈ സദസ്സിലുള്ള യുവാക്കളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഒരുപക്ഷെ SSLCയോ +2വോ ഡിഗ്രിയോ ഗ്രാജുവേഷനോ പോസ്റ്റ് ഗ്രാജുവേഷനോ പൂർത്തിയാക്കിയിട്ടുണ്ടാകാം. അത് കഴിഞ്ഞ് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ ഏതെങ്കിലും തൊഴിൽ സ്വീകരിക്കുന്നു. എറണാകുളത്ത്, ഈ എറണാകുളം ടൗണിൽ ജോലി ചെയ്യുന്ന മർക്കസിൽ പഠിച്ച ധാരാളം പൂർവ്വ വിദ്യാർത്ഥികളുണ്ട്. തിരുവനന്തപുരത്തുണ്ട്, ഡൽഹിയിലുണ്ട്, പല സ്ഥലങ്ങളിലുമുണ്ട്. വിവിധ തൊഴിലുകളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആ പൂർവ്വ വിദ്യാർത്ഥികളെയും അതുപോലെ ഇസ്ലാമിക സമൂഹത്തിലെ യുവാക്കളെയും അവരുടെ തൊഴിൽ സമയത്തും ഇടയ്ക്കിടെ ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായ ഉപദേശങ്ങൾ ചെയ്യാനുള്ള സംവിധാനങ്ങൾ മർക്കസിന്റെ കീഴിൽ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ മരണം വരെ ഇസ്ലാമിക പാതയിൽ നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കാനുള്ള സ്കീം, ഇസ്ലാം ഇവിടെ പഠിപ്പിച്ച ആ പദ്ധതി, അത് പ്രാവർത്തികമാക്കാൻ വേണ്ടി മർക്കസ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാലഘട്ടത്തിൽ അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി ഇന്ത്യയിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി സ്ഥാപിതമായപ്പോൾ ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾ അഭിമാനത്തോടുകൂടി ആവേശത്തോടുകൂടി അലിഗഡിന് സിന്ദാബാദ് വിളിച്ചു. പക്ഷേ ആ അലിഗഡിനെ വളരാൻ കഴിഞ്ഞില്ല. ആ അലിഗഡിന് മുസ്ലിം ഉമ്മത്തിന്റെ വികാരം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കുറെ അഡ്വക്കറ്റുമാരെയും കുറെ ഡോക്ടർമാരെയും അലിഗഡ് പ്രസവിച്ചു. പക്ഷേ അലിഗഡ് പ്രസവിച്ച അഡ്വക്കേറ്റിന്, അലിഗഡ് പ്രസവിച്ച ഡോക്ടർക്ക് മതം അരുതായിരുന്നു, മതത്തോട് സ്നേഹം കുറവായിരുന്നു, തലപ്പാവ് ധരിച്ചവരോട് പുച്ഛമായിരുന്നു. സർ സയ്യിദ് അഹമ്മദ് ഖാന്റെ തലച്ചോറിൽ നിന്ന് ഉദിച്ചു വന്ന അലിഗഡിന്, ആ അലിഗഡിന്റെ സന്തതികൾക്ക് തലപ്പാവും താടിയും അത് അവർക്ക് ഇഷ്ടമായില്ല. മർക്കസ് സഖാഫത്ത് സുന്നിയിൽ പോകുന്ന ലൈൻ അതല്ല. ഇവിടെ സ്കൂളിൽ പഠിക്കുന്ന ഭൗതിക വിദ്യാഭ്യാസമുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കണം, അവരെ അടുപ്പിക്കാൻ നമുക്ക് കഴിയണം. അതോടൊപ്പം തലപ്പാവും താടിയുമുള്ള പണ്ഡിതന്മാരെ ബഹുമാനിക്കുകയും അവരെ അവരുടെ കീഴിൽ അച്ചടക്കത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തോടെ വാർത്തെടുക്കണം. ബഹുമാനപ്പെട്ട CM വലിയുല്ലാഹി അദ്ദേഹത്തെ അനുസ്മരിക്കുവാൻ വേണ്ടിയുള്ള വലിയ സദസ്സാണ്. മഹാനവറുകളുടെ ഏറ്റവും ഗുണങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉസ്താദുകൾ ഇവിടെ പറയും. ബഹുമാനപ്പെട്ടവരുടെ മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് മർക്കസിന്റെ മുഴുവൻ ചലനങ്ങളും ഏത് കാലത്തും നടന്നത്. അൽഹംദുലില്ലാഹ്, മർക്കസ് സഖാഫത്ത് സുന്നിയയിലെ വിദ്യാർത്ഥികൾക്ക് ശരീഅത്ത് പഠനം നൽകുന്നു. ആ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഇംഗ്ലീഷ് പഠനവും നൽകുന്നു. പഴയ കാലത്ത് നമ്മുടെ ആലിമീങ്ങൾക്ക് ഇംഗ്ലീഷ് പ്രത്യേകമായി കോച്ചിങ് നൽകാറുണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് മുൻപ് മർക്കസിലെ മുതവ്വൽ കോഴ്സുകളിൽ ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുന്നതിനെ പറ്റി തീരുമാനമെടുത്തെങ്കിലും ബഹുമാനപ്പെട്ട ഉസ്താദുകൾ പറഞ്ഞു, നമുക്ക് ശൈഖുന മടവൂർ അവരോട് ചോദിച്ചിട്ട് തുടങ്ങാം, അതുവരെ നമ്മൾ തുടങ്ങണ്ട. അങ്ങനെ ഒരു ദിവസം കോഴിക്കോട്ട് മൂപ്പന്റെ വീട്ടിൽ ശൈഖ് അവറുകൾ താമസിക്കുന്ന സമയത്ത്
ഈ വിനീതനും ഉസ്താദിന്റെ കൂടെ കോഴിക്കോട്ട് പോയപ്പോൾ ഉണ്ടായിരുന്നു. ഞാൻ ആ സന്ദർഭം ഓർക്കുകയാണ്. മർക്കസിലെ നമ്മുടെ ആലിമ്യങ്ങൾക്ക് ഇംഗ്ലീഷ് കോഴ്സ് ആദ്യമായി ടൈം ടേബിൾ ഉൾപ്പെടുത്തി സിലബസിൽ ഉൾപ്പെടുത്തി പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്. പക്ഷെ അത് തുടങ്ങുമ്പോഴും ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചിട്ടേ തുടങ്ങാൻ പറ്റൂ. അങ്ങനെ പോയി ഞങ്ങൾ അവിടെ കുറെ സമയം താഴെ നിന്നു. ആ മൂപ്പന്റെ വീട്ടിൽ താമസിക്കുമ്പോൾ മുകളിൽ കയറി ഷെയ്ഖ് അവറുകളോട് പറഞ്ഞു, ഇങ്ങനെ ഉസ്താദ് എ പി ഉസ്താദ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. വിളിക്കൂ എന്ന് പറഞ്ഞു. വിളിച്ചു. ഉസ്താദിന്റെ കൂടെ ഒരു ഉപഗ്രഹം പോലെ ഞാനും കയറി. ഒറ്റക്കാണ്, എനിക്ക് കയറാൻ കഴിയില്ല. കയറി അവിടെ എത്തിയ ഉടനെ ഷെയ്ഖ് അവർ ഇങ്ങോട്ട് പറയാണ്, എല്ലാ ആലിമ്യങ്ങൾക്കും ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. നമ്മളൊന്നും അങ്ങോട്ട് പറഞ്ഞിട്ടില്ല, അങ്ങോട്ട് പറയാതെ ഇങ്ങോട്ട് പറഞ്ഞു, എല്ലാ ആലിമ്യങ്ങൾക്കും ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അത് പറഞ്ഞ ഉടനെ പിന്നെ ഉസ്താദ് 1-2 ചോദ്യങ്ങൾ ചോദിച്ചു. അന്ന് കുവൈത്തും ഇറാഖും തമ്മിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ യുദ്ധത്തിൽ അത് വളരെ രൂക്ഷമാവുകയും ധാരാളം ആളുകൾ കുവൈത്തിൽ നിന്ന് തൊഴിൽ നഷ്ടപ്പെട്ട് കേരളത്തിലേക്ക്, ഇന്ത്യയിലേക്ക് മടങ്ങുകയും ചെയ്ത സന്ദർഭമാണ്. അന്ന് ചോദിച്ചു, ഈ യുദ്ധങ്ങൾ നടക്കുന്നതിൽ ആരാ ജയിക്കുക, ആരാ തോൽക്കുക എന്ന് പറഞ്ഞപ്പോ അന്ന് ബഹുമാനപ്പെട്ട മടവൂർ ഉസ്താദ്, മടവൂർ ശൈഖുന അവർ ഉസ്താദിനോട് പറഞ്ഞു, അക്രമം ചെയ്തത് ഇറാഖാണെങ്കിൽ ഇറാഖ് തോൽക്കും എന്ന് പറഞ്ഞു. ആ പറഞ്ഞ പോലെ തന്നെ ആ ഇറാഖ് പിന്നീട് പരാജയപ്പെടുന്നതായി നമ്മൾ കണ്ടു. ഞാനിത് പറയുന്നത്, ഏതൊരു ചലനമാകട്ടെ ആ ചലനത്തിൽ നമുക്ക് മഹാന്മാരായ ആളുകളുടെ ഉപദേശം വേണം. ആ ഉപദേശമില്ലാതെ നമ്മളൊരു വീടുണ്ടാക്കിയാൽ ആ വീടിന്റെ ഉദ്ഘാടനത്തിന് നാം ക്ഷണിക്കുന്നത് ഒരു ഗുരുവിനെ ആയിരിക്കണം. നമുക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിന് പേര് വിളിക്കുന്നത് നമ്മൾ ഉസ്താദായിരിക്കണം, നമ്മളല്ല. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പൂർണ്ണ ഗർഭിണിയായി നിൽക്കുന്ന സമയം മുഅ്ജമുൽ ത്വബറാനി ഉദ്ധരിച്ച ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളായ ഫാത്തിമ ബിക്ക് പൂർണ്ണ ഗർഭം, പ്രസവം അടുത്ത് നടക്കും. ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഫാത്തിമ ബീവി ആളെ അയച്ചു, പൂർണ്ണ ഗർഭിണിയാണ്, അടുത്ത സെക്കൻഡിൽ പ്രസവം ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, പ്രസവിച്ചാൽ ഉടനെ എന്നെ അറിയിക്കണം. അങ്ങനെ ഒരു സ്ത്രീ സഹായത്തിന് ഫാത്തിമ ബീവിയുടെ അടുത്ത് നിന്നു. കുറെ കഴിഞ്ഞ് പ്രസവിച്ചു. പ്രസവിച്ച ഉടനെ അറിയിക്കണമെന്ന് പറഞ്ഞെങ്കിലും ഈ അറിയിക്കുന്ന ആൾ അല്പം വൈകിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു നോക്കുമ്പോൾ ഒരു മഞ്ഞ ശീലയിൽ ഈ ചെറിയ കുഞ്ഞിനെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ മഞ്ഞ ശീലയിൽ ചുരുട്ടിയത് ഇഷ്ടമായില്ല. വെളുത്ത വസ്ത്രത്തിൽ ചുരുട്ടാൻ ആവശ്യപ്പെടുകയും ഒരു വെള്ള വസ്ത്രത്തിൽ ആ കുഞ്ഞിനെ പുതപ്പിക്കുകയും ചെയ്തു. അപ്പോഴതാ അലി ഇബ്നു അബീ ത്വാലിബ് വരുന്നു. അലി റളിയല്ലാഹു അൻഹു വന്നപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മാ സമ്മൈത ബനക്, അലി നീ മോൻ എന്ത് പേരാട്ടത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ പേരിട്ടത് ജാഫർ എന്നാണ് പേരിട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തന്നെ പറഞ്ഞു, ലാ, നിന്റെ കുഞ്ഞിനെ ജാഫർ എന്ന് നീ പേരിടണ്ട. പിന്നെയോ ആ കുഞ്ഞിനെ ഞാൻ പേര് വിളിക്കാം ഹസൻ. ഹസൻ എന്ന് പേരിട്ടിരിക്കുന്നു. ഹുസൈൻ, അതിനുശേഷം ഒരു കുഞ്ഞ് നിനക്ക് ജനിക്കും, ആ കുഞ്ഞിന്റെ പേരും ഞാൻ നിനക്ക് ഇപ്പൊ തന്നെ ഇട്ടുതരാം. ഹസൻ ആണ് ഈ കുഞ്ഞെങ്കിൽ ഇത് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് ഹുസൈനാണ്. അബുൽ ഹസൻ, നിനക്കും ഞാൻ പേരിട്ടിരിക്കുന്നു, നീ അബുൽ ഹസനാണ്. ഈ ഇപ്പോൾ ജനിച്ച കുട്ടിക്കും പേരിടുന്നു, ഇനി ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും പേരിടുന്നു. ആ 2 കുട്ടികളെ വാപ്പയാൻ നിനക്കും ഞാൻ പേരിടുന്നു. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് പേരിടേണ്ടത് ആരാണ്? ബാപ്പക്ക് അതിന് അവകാശമുണ്ടെങ്കിലും അതിന്റെ അദബ് ഷെയ്ഖ് ഇടലാണ്, ഉസ്താദ് ഇടലാണ്. ഈ ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. നമ്മളെല്ലാ പരിപാടികളും നമ്മൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കണം. അതാണ് നമ്മുടെ വിജയത്തിന്റെ മുഴുവൻ രഹസ്യം. ആരൊക്കെ ലോകത്ത് വിജയിച്ചോ ആ വിജയത്തിന്റെ മുഴുവൻ രഹസ്യം മഹാന്മാരായ ഗുരുനാഥന്മാരുടെ പൊരുത്തമാണ്. അള്ളാഹു ആ പൊരുത്തം നമുക്ക് തരട്ടെ. എത്രയോ ഉസ്താദന്മാരുടെ ആ പൊരുത്തമാണ് കാന്തപുര ഉസ്താദിന്റെ വിജയം. ബഹുമാനപ്പെട്ട അലി ബാഫക്ക് തങ്ങൾ 24 മണിക്കൂറും ഉറക്കവും മറ്റാവശ്യങ്ങളും കഴിഞ്ഞ് എല്ലാ സമയവും ഖുർആൻ പഠിക്കുകയും അത് ഇങ്ങനെ ഓതുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന മനുഷ്യൻ. അല്ലാഹു തആല അവരോടെല്ലാം മഹബ്ബത്ത് നമ്മുടെ ഖൽബിലേറ്റി തരട്ടെ. ഒരാളെ പറ്റിയും അനിഷ്ടമില്ലാത്തൊരു നല്ല ഹൃദയം അല്ലാഹു നമുക്ക് തരട്ടെ. ഒരു ആലിമിനെയും ചീത്ത പറയാത്ത ഒരു മനസ്സ് അല്ലാഹു നമുക്ക് തരട്ടെ. ബഹുമാനപ്പെട്ട ശൈഖ് മടവൂർ അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മുടെ ഖൽബ് നന്നാക്കി തരട്ടെ. നമ്മുടെ മക്കൾ അല്ലാഹു സാലിഹീങ്ങളാക്കി തരട്ടെ. യാ അല്ലാഹ്, ഞങ്ങൾ നിന്റെ അടിമകളാണ്. ഞങ്ങൾക്ക് ഒരുപാട് പോരായ്മയുണ്ടെങ്കിലും
നീ ഇഷ്ടപ്പെടുന്നവരോട് ഞങ്ങൾക്ക് സ്നേഹവും ബഹുമാനവുമാണ്. ആ കാരണം കൊണ്ട് ഞങ്ങളെ നീ ഏറ്റെടുത്ത് നന്നാക്കി തരണമേ അല്ലാ. ഞങ്ങളുടെ സമ്മേളനം, മർക്കസിന്റെ സമ്മേളനം അത് വമ്പിച്ച വിജയമാക്കാനുള്ള വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണേ പടച്ചവന്. ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ആ സ്ഥാപനത്തെ സഹായിക്കുന്നവരുണ്ട്, അവർക്കെല്ലാം നീ വിജയം നൽകണേ റഹ്മാനെ. യാ അല്ലാ, വളർന്നു വരുന്ന ഒരുപാട് പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യാൻ കഴിയുമെന്നറിയാതെ മുസ്ലിം ഉമ്മത്ത് പ്രയാസപ്പെടുമ്പോൾ ഓരോ സമയത്തും അവർക്ക് ആവശ്യമായ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ ഞങ്ങളെ ഈ നേതാക്കൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അവരുടെ കീഴിൽ ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ വിജയത്തിലാക്കണേ പടച്ചവനെ. ഈ പരിപാടികൾക്ക് നേതൃത്വം നൽകുന്ന അബ്ദുൽ ഖാദർ മദനി ഉസ്താദിനും അതുപോലെ സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.